Hi all, എല്ലാവരും ഓൺലൈൻ. യെസ് കം ഓൺ, വെൽക്കം ടു നമ്മുടെ IIT AIIMS സ്ക്രീനിങ് ടെസ്റ്റ് സിലബസിൻ്റെ ഒത്തിരി ജേണി ആയല്ലേ. നിങ്ങൾ കുറേ കാലമായിട്ട് കുറേ പേരൊക്കെ IIT AIIMSൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുകയാണെന്നൊക്കെ എനിക്കറിയാം. സോ വി ആർ ഡിസ്കസിങ് ലോട്ട് ഓഫ് ചാപ്റ്റേഴ്സ്, റൈറ്റ്? ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട് അല്ലേ. സോ വി ആർ ഡിസ്കസിങ് ഈച്ച് ആൻഡ് എവറി ചാപ്റ്റേഴ്സ് ഇൻ ഡീറ്റെയിൽ. ഫിസിക്സ് ഓൾറെഡി ഐ തിങ്ക് ഫിസിക്സിൻ്റെ ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു. യെസ് ഫിസിക്സിൻ്റെ ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക്. സോ എല്ലാവരും ആക്റ്റീവായിട്ട് സൂപ്പറായിട്ട് പവറായിട്ട് ഇരുന്നോളൂ. സോ വി ആർ ഇൻ ദ ലാസ്റ്റ് ചാപ്റ്റർ ഓഫ് ഫിസിക്സ്, ലൈക്ക് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. സോ IIT AIIMS സ്ക്രീൻ ടെസ്റ്റിൻ്റെ സിലബസ് ഡീറ്റെയിൽസ് ആണ്. സോ സിലബസ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കുറച്ച് വീഡിയോസിലൊക്കെ കുറേ ചാപ്റ്റേഴ്സിൻ്റെ സിലബസ് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ മാക്സിമം എഫിഷ്യൻസി ഉണ്ടാകുന്ന എപ്പോഴാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴല്ലേ. സോ നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യനൊക്കെ ചെയ്യാറുണ്ടോ? ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് സെറ്റായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. വി ഹാവ് ടു ഡു സം ക്വസ്റ്റ്യൻസ്. സോ യു ഹാവ് ടു അറ്റൻഡ് മോക്ക് ടെസ്റ്റ്. എന്നാൽ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി ഒന്ന് പരിചയമായി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ് പൊളിച്ചെടുക്കാൻ പറ്റും. യു നോ ദാറ്റ് ദ ഫസ്റ്റ് പ്രൈസ് ഈസ് ദ സ്കോളർഷിപ്പ് എമൗണ്ട് ഈസ് 10 lakh rupees അല്ലേ. സോ ഈ ക്ലാസ് കാണുന്ന ഏതോ ഒരാൾ, ചിലപ്പോൾ ഈ ലൈവിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ക്ലാസ് കാണാൻ പോകുന്ന ഏതോ ഒരാൾക്കാണ് ആ 10 lakh rupees കിട്ടാൻ പോകുന്നത്. സോ ഐ ആം വെരി ഹാപ്പി. സോ എൻ്റെ ക്ലാസ് കണ്ടായിരിക്കും ചിലപ്പോൾ അത് കിട്ടാൻ പോകുന്നത് അല്ലേ. സോ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഇന്ന് കുറച്ച് നേരം കൊണ്ട് അങ്ങോട്ട് വിലപ്പെട്ട സമയം അവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ചെറിയ ചാപ്റ്ററിൽ ആക്ച്വലി അതൊരു വലിയ ചാപ്റ്ററാണ്. സോ ആ ചാപ്റ്ററിലെ നമുക്ക് IIT AIIMSന് എന്തൊക്കെ നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യണം എന്നുള്ളതാണ്. ഗ്രാവിറ്റേഷൻ ആണ് ആ ചാപ്റ്റർ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്നൊക്കെ വിശ്വസിക്കുന്നു. സോ ഗ്രാവിറ്റേഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ. സോ കമൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോളാം. കാരണം പറഞ്ഞു കുറച്ച് സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പരിപാടി തീർത്തേക്കാം. സോ എല്ലാവരും അറ്റൻറ്റീവായിട്ട് നല്ല പവറായിട്ട് ഇരുന്നു കേട്ടോ. സോ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ചോദിച്ചാൽ മതി. സോ നമുക്ക് പോവാം. സോ ഗ്രാവിറ്റേഷൻ, നമ്മൾ ഫസ്റ്റ് തന്നെ ഗ്രാവിറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു കാര്യമാണ്, സാർ ഒരു ആപ്പിൾ വീഴുന്നു, ന്യൂട്ടൻ്റെ തലയിൽ വീഴുന്നു, അവിടെ നിന്നാണ് ഗ്രാവിറ്റേഷൻ തുടക്കം എന്ന് എല്ലാവരും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാനും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. സോ ദാറ്റ് ഈസ് ആക്ച്വലി എ മിസ്റ്റേക്ക്. ന്യൂട്ടൺ ഈസ് നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ ഹു സ്റ്റഡീഡ് അബൌട്ട് ഗ്രാവിറ്റേഷൻ. കുറേ മുമ്പ് തന്നെ, ന്യൂട്ടനേക്കാൾ കുറേ മുമ്പ് തന്നെ റിലേറ്റഡ് ടു സ്പേസും റിലേറ്റഡ് ടു ഗ്രാവിറ്റേഷനും ഒക്കെ ഒത്തിരി തിയറീസ് ഉണ്ടായിരുന്നു. സോ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറയുവാണെന്നല്ലോ. എല്ലാത്തിനും ഒരു ഇൻട്രോ വേണ്ടേ സാർ? ഈ ലൈവിന് പോലും ഒരു ഇൻട്രോ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഒരു ഇൻട്രോ ഗ്രാവിറ്റേഷനെ കുറിച്ച് പറയുവാണെങ്കിൽ, സോ ഫ്രം ദ ബിഗിനിങ് അല്ലെ, ടോളമി, നമ്മുടെ ക്ലോഷ്യസ് ടോളമി എന്നൊരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഹീ പ്രൊപ്പോസ്ഡ് സം തിയറീസ് അബൌട്ട് അവർ സ്പേസ് ആൻഡ് അവർ സോളാർ സിസ്റ്റം. ഹീ പ്രൊപ്പോസ്ഡ് എ തിയറി കോൾഡ് ജിയോസെൻട്രിക് തിയറി. എന്ന് വെച്ചാൽ അയാൾ പറഞ്ഞത് ഏർത്താണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ. ബാക്കി എല്ലാ ആൾക്കാരും എവറി അതർ പ്ലാനറ്റ്സ് ആൻഡ് എവറി അതർ ഒബ്ജക്ട്സ് റിവോൾവ് അറൌണ്ട് ദി എർത്ത് എന്നായിരുന്നു ടോളമി ആദ്യം പറഞ്ഞത്. ഇറ്റ്സ് വെരി ബിഫോർ ന്യൂട്ടൺ. ദെൻ അതിനുശേഷം നമ്മുടെ ഏറ്റവും അഭിമാനകരമായ ഇന്ത്യയിൽ നിന്ന് ആര്യഭട്ട പറഞ്ഞു, ആര്യഭട്ട പറഞ്ഞു എർത്തല്ല, സൺ ഹീലിയോ സെന്റർ. അത് സണ്ണാണ് സെന്റർ ഓഫ് ദി നമ്മുടെ സെന്റർ ഓഫ് ദി സോളാർ സിസ്റ്റം. സണ്ണിന് അറൗണ്ട് ആണ് എല്ലാവരും കറങ്ങുന്നതെന്ന് വളരെ അഭിമാനകരമായിക്കൊണ്ട് തന്നെ നമ്മുടെ ആര്യഭട്ട പറഞ്ഞായിരുന്നു. ബട്ട് അതൊക്കെ പോപ്പുലർ ആയിരുന്നു, നമ്മുടെ ഇന്ത്യയിലായിരുന്നു ആര്യഭട്ട ഉണ്ടായിരുന്നത്. സോ അതൊരു വെസ്റ്റേൺ കൺട്രി, യൂറോപ്യൻ കൺട്രീസിലോട്ടൊന്നും അതിൻ്റെ ഒരു വാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ കുറവായത് കൊണ്ട് തന്നെ അത് അത്ര സ്വീകരിക്കപ്പെട്ടില്ല. ദെൻ ആഫ്റ്റർ ദാറ്റ് കോപ്പർനിക്കോളാസ്. അപ്പോൾ അയാൾ പറഞ്ഞു, നിക്കോളസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഹീലിയോസെൻട്രിക് തിയറി. വാട്ട് മീൻസ് ദാറ്റ് ഹീലിയോസെൻട്രിക്? ഹീലിയോ മീൻസ് വാട്ട്? ഹീലിയോ മീൻസ് സണ്ണാണ് സെൻറ്റർ. സണ്ണാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ. എവറി പ്ലാനറ്റ്സ് ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദി സൺ എന്ന് കോപ്പർനിക്കസ് പറയുന്നു. സോ കോപ്പർനിക്കസ് തിയറി. ദിസ് ഈസ് ദ തിയറി ഓഫ് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് അദ്ദേഹത്തിന്റെ പേര്. നിക്കോളാസ് കോപ്പർനിക്കസ് പറഞ്ഞു, സാർ സണ്ണാണ് സെന്റർ മക്കളെ, സണ്ണാണ് സെന്റർ, സണ്ണിന് അറൗണ്ട് ആണ് എല്ലാവരും കറങ്ങുന്നേ എന്നാണ് കോപ്പർനിക്കസ് പറഞ്ഞത്. ആ സമയത്തുണ്ടല്ലോ മോനെ, കോപ്പർനിക്കസ് പറഞ്ഞ കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ ആരും റെഡി അല്ലായിരുന്നു. ബിക്കോസ് ഹി ഈസ് നോട്ട് എ പോപ്പുലർ മാൻ. അദ്ദേഹത്തിന് മുമ്പ് വരുന്ന വലിയ സയൻറ്റിസ്റ്റായ ടോളമി പോലത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു വെച്ച കാര്യം മാറ്റാൻ ആരും റെഡി അല്ലായിരുന്നു. സോ കോപ്പർനിക്കസ് പറഞ്ഞ ആ കാര്യം സ്വീകരിക്കപ്പെട്ടില്ല. ബട്ട് അദ്ദേഹം പറഞ്ഞ പറച്ചിലാണ് അദ്ദേഹത്തിന് അത് പറഞ്ഞതിന് തുറങ്കിലടിച്ചു, അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ തിയറീസ് പറയുന്നു. അതിനുശേഷം വീണ്ടും ലോട്ട് ഓഫ് സയൻറ്റിസ്റ്റ്, ടൈക്കോ ബ്രാഹെ, കെപ്ലർ, അങ്ങനെ ഒത്തിരി സയൻറ്റിസ്റ്റുകൾക്ക് ശേഷം ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ഫൈൻഡിങ്സ് ആണ് നമ്മുടെ സർ ഐസക് ന്യൂട്ടൺ പ്രസന്റഡ് ടു ദ വേൾഡ്. ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ.
Okay, so actually Newton does, he gives a mathematical representation to the gravitational force. Okay, so അത് തന്നെയാണ് ഇന്നത്തെ ഈ ലൈവ് സെഷനിൽ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്ന കാര്യം, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഐ എം നോട്ട് ഗോയിങ് ടു റൈറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഐ എം നോട്ട് ഗോയിങ് ടു റൈറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു റൈറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ഒന്ന് പറയാം. ഓക്കെ, ദ എവറി പാർട്ടിക്കിൾ ഇൻ ദ universe attracts each other. The every particle in the universe attract each other, and that force of attraction is directly proportional to the product of their masses. മാസുകൾ കൂടിയാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. അതുപോലെ തന്നെ that is inversely proportional to the square of distance between them. So this is actually the statement. So apart from the statement I'm gonna write or the represent the equation. So suppose say there is a point mass. So this is a point mass. Just listen, that is a point mass. So from point mass is m1, another point mass that is that is m2. So these two masses are separated by a distance. These two point masses are separated by a distance. Suppose that is distance is called r. Suppose the distance is called r, and Newton says that the force of attraction, this is actually point masses and they will attract each other, right? So attract ചെയ്യുമെന്ന് ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ that force of attraction F is directly proportional to product of their masses, that is m1 into m2, and that is inversely proportional to square of distance between. So r is the distance and the square of distance between them. So we are clubbing the equation. F is directly proportional to m1 m2 divided by r square. So this is the clubbing format of this equation. So the directly proportionality sign, we have to change that directly proportionality sign. So that will becomes F is equal to G. So the G is the universal gravitational constant. Okay, so universal gravitational constant G into m1 m2 divided by r square. So this is the expression. So you need to study this expression. Lot of problems will come from this only expression. They will say that mass change ചെയ്തു, മാസ് പകുതിയായി, മാസ് ഇരട്ടിയായി, ഡിസ്റ്റൻസ് പകുതിയായി, ഡിസ്റ്റൻസ് കൂടി. സോ എവറിത്തിങ് കണക്റ്റഡ്. സോ they will ask you to compare the initial force and the final force. So what will happen if the distance between increase, if the distance reduce, if the mass increase, mass twice, mass quadruple. So similarly every equations or the every problems connecting to this equation will need this basic formula, that is F is equal to G into m1 m2 by r square. So this G is called universal gravitational constant. So don't write that. Sir, UGC. This is not UGC. Universal gravitational constant. I'm not going to write the explanation because this is a crash program, right? So പെട്ടെന്ന് capsule model പഠിപ്പിക്കാനുള്ളതുകൊണ്ട് തന്നെ. So G is equal to G means universal gravitational constant. Somebody of you know already the value of G. So the value of G, sometime it will be useful to do some problems. So the value of G is 6.67 into 10 raised to minus 11 unit. I need to find the unit of G. So if I'm placing G here, F will be here, and this r square will go there, and this m1 and m2 will come down. So I have to find the unit of G. Like force unit endada Newton, r square Newton endada meter square, idendada kilogram square alle. So the unit will be Newton meter square per kilogram square. Newton meter square per kilogram square is the unit of acceleration due to gravity. Sometimes they write the equation as, sometimes they write the unit as 10 raised to minus 11. You know the dimensional analysis, right? So Newton meter square kilogram raised to minus 2. So similarly they can give the expression like kilogram raised to minus 2 also. So this is all the thing you need to know about universal law of gravitation. Set alle kodapomnumilla ennu vishwasikkunu. So far it is very easy, right? So universal law of gravitation, F is equal to G m1 m2 by r square. Okay, so ഞാൻ പറഞ്ഞു പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല സാർ, നമുക്ക് എക്സ്പ്രഷൻ എല്ലാവർക്കും അറിയാം, എക്സ്പ്രഷൻ ഈ ഇരിക്കുന്ന എല്ലാവർക്കും എക്സ്പ്രഷൻ. സോ യു നീഡ് ടു ഡു ദ പ്രോബ്ലം. സോ ജസ്റ്റ് പടേന്ന് പറഞ്ഞോണ്ട് ഉത്തരം ഞാൻ നോക്കിക്കോളാം. ബട്ട് ദേ പെട്ടെന്നൊരു ചോദ്യമുണ്ട്. ഇങ്ങനത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് ആണ് യു ക്യാൻ എക്സ്പെക്ട് ഫോർ ദി എക്സാം. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻസ് ഈസ്
two spherical balls of mass 10 kg each are placed 100 meter apart. Find the gravitational force of attraction between them. Okay, already previous year ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടില്ല. വി വിൽ ചെക്ക്. ഓക്കെ, സോ എൻ്റെ കൂടെ ചെയ്തോട്ടോ. ഡോണ്ട് വെയിറ്റ് ഫോർ മീ, യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. ഓക്കെ ഓക്കെ ഗുഡ്. കുറച്ച് ആൾക്കാരൊക്കെ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കേട്ടോ. ടു സ്പെരിക്കൽ ബോൾസ് ഓഫ് മാസ്. ഓക്കെ, സോ ഫസ്റ്റ് മാസ് അല്ലടാ m1, ദാറ്റ് ഈസ് 10 kg. Another is placed each 10 kg, so another mass is also 10 kg. Okay, they're placed 100 meter apart. So 100 meter apart. I need to find the force of attraction. Simple alle sir. F is equal to g m1 m2 by r square. So what is the value of g? What is the value of g? That is, these are 6.67 into 10 raised to minus 11. 6.67 into 10 raised to minus 11 into what is the mass? Sir, 10 into 10 divided by r square. R square means what? 100 meter ka square. 100 meter into square. 100 meter square. 100 into 100. That is actually square. I can cut 10, 10, 100. I can cut 10, 10, 10, 100. Remaining 10 square is there. So this square will go, the square will go upside. So that square means 10 raised to minus 2. When 10 square, 100 becomes 10. I can write this 100 as 100 എങ്ങനെ എഴുതാൻ പറ്റും? 10 square എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇത് മുകളിലോട്ട് പോകുമ്പോൾ 10 raised to minus 2 എന്നാവും അല്ലേ? minus 2 എന്നാവും. So the F will be 6.67 into 10 raised to 6.67 10 raised to minus 11 minus 2 minus 11 minus 2, that means 10 raised to minus 13 10 raised to minus 13. Again the unit will be force ആയതുകൊണ്ട് തന്നെ unit will be Newton ആയിരിക്കും unit. So the force of attraction 6.67 into 10 raised to minus 30 Newton. One more bonus, എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നൊരു കാര്യം കേട്ടോ. Gravitational force is always attractive. Some properties about gravitational, somebody of you already know that. So what is the property of force of attraction? That is, the force of gravitational attraction is always attractive. There will be no repulsion between masses. Okay, so this is always attractive force. Then this is a weak force among natural fundamental forces. Gravitational force ആണ് ഏറ്റവും weakest force അല്ലേ? Then it is a long range force. It is independent on nature of medium. If an easy question comes like a statement question, whether it depends on the nature of medium. ഇപ്പോൾ ഞാൻ എയറിൽ ഒരു മാസം വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ സെയിം ഡിസ്റ്റൻസിനും സെയിം മാസമുള്ള സാധ്യത ഞാൻ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാലോടാ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാറോ? ഇല്ല സാർ. ജി ഈസ് എ കോൺസ്റ്റന്റ്, universal constant that doesn't change. m1 m2 വെള്ളത്തിലാണെങ്കിൽ mm same ആണ്, mass is same. I'm not speaking about weight, I'm speaking about the mass is actually same, distance between them is actually same. So it is independent on the medium. Some additional topic വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ, good. Okay, fine. സംശയമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമുക്ക് എത്ര പേർക്ക് അറിയാം ആക്ച്വലി എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? സിമ്പിളായിട്ട് പറഞ്ഞാൽ എ ബോഡി which moves under the influence of gravitational force of earth will experience an acceleration, that is acceleration due to gravity. ഓക്കെ, ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ, സ്റ്റിയറിംഗ് നമ്മൾ ആക്സിലറേറ്റ് കൊടുക്കുന്നു, ദാറ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു അവർ ഫോഴ്സ്. അവിടെ നമ്മുടെ എഞ്ചിൻ വർക്ക് ചെയ്യുന്നതിനാണ് ആക്സിലറേഷൻ കിട്ടുന്നത്. ദാറ്റ് ഈസ് നോട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഈസ് ആക്ച്വലി ആക്സിലറേഷൻ ഡ്യൂ ടു അവർ എഞ്ചിൻ വർക്കിംഗ്. Okay, so what is due to acceleration due to gravity? So gravity means what? The എർത്തിൻ്റെ അട്രാക്ഷൻ അല്ലേ ഗ്രാവിറ്റി. അപ്പോൾ എർത്തിൻ്റെ അട്രാക്ഷൻ മൂലം, എർത്തിൻ്റെ പവർ മൂലം, എർത്തിൻ്റെ അട്രാക്ഷൻ മൂലം ഒരു ബോഡിക്ക് കിട്ടുന്ന ആക്സിലറേഷൻ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇനി എല്ലാവർക്കും അറിയുന്ന ഒരു വാല്യൂ ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ദാറ്റ് ഈസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിലേക്ക് എങ്ങനെ വന്നു എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഐ നോട്ട് ഗോയിങ് ടു ഡു ദ പ്രൂഫ്. ഓക്കെ, എങ്ങനെയാണ് അത് വന്നത്? എക്സ്പ്രഷൻ ജിയുടെ വാല്യൂ നമുക്ക് കിട്ടി. സോ ജി ആക്ച്വലി ഈസ് ഗെറ്റിംഗ് ഫ്രം എ വാല്യൂ, ഫ്രം എ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ ഞാൻ പറയാൻ പോവുകയാണ്. സോ ഡോണ്ട് പാനിക്. അപ്പോൾ നിങ്ങൾക്ക് പാനിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എക്സാം ആണ്. പ്രൂഫ് ഒരിക്കലും ചോദിക്കാൻ പോകുന്നില്ല. സംബടി നമുക്ക് ചിലപ്പോൾ പ്രൂഫ് അറിയുന്നവരുണ്ടായിരിക്കും, അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള സാധനം മാത്രം ഞാൻ പറഞ്ഞുതരാം. സോ ദിസ് ഈസ് ആക്ച്വലി ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഓർ ദ നിയർ ടു ദ സർഫസ് ഓഫ് എർത്ത്. ഓക്കെ, സോ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, സപ്പോസ് ദിസ് ഈസ് എർത്ത്. ഓക്കെ, എർത്തിൻ്റെ കുറച്ച് ആൾക്കാർ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോടാ. റെഡിയല്ലേ? എർത്തിൻ്റെ കുറച്ച് ആൾക്കാരെയൊക്കെ നമുക്ക് പരിചയപ്പെട്ടാലോ. സോ എർത്തിൻ്റെ കുറച്ച് ആൾക്കാർ, സപ്പോസ് ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് എർത്ത്.
This is the radius of Earth കേട്ടോ. So radius of Earth I am marking as capital R. Okay, mass of the Earth I am writing as capital M. Mass of the Earth I am writing as capital. For your additional information, the mass of the Earth is considered to be 6 into 10 raised to 24 kilogram. Mass of the Earth 6 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 24 പൂജ്യം ഉണ്ട്. 6 കഴിഞ്ഞ് 24 പൂജ്യം കഴിഞ്ഞാൽ എർത്തിൻ്റെ മാസം 6 into 10 raised to 24 kilogram ആണ് എർത്തിൻ്റെ മാസ്. റേഡിയസ് ഓഫ് എർത്ത് ഈസ് 6400 കിലോമീറ്റർ ആണ് മക്കളെ. ഇനി ഇതിനെ വേണമെങ്കിൽ മീറ്ററിൽ, സംടൈംസ് ഇൻ ദ പ്രോബ്ലം ദേ വിൽ ഗീവ് എസ് ഇൻ മീറ്റർ ഓർ വി നീഡ് ടു ഡു ഇറ്റ് ആസ് ഇൻ മീറ്റർ. സോ ഇഫ് ഇറ്റ് ഇസ് മീറ്റർ എങ്ങനെ വരും ഇവിടെ? 6400 into 10 raised to 3 മീറ്റർ എന്നല്ലേടെ വരിക. ഇങ്ങനെ എഴുതാറുണ്ട്. ചില ടൈമിൽ I will say that 6.4 into 10 raised to 6 meter ഇങ്ങനെയും കാണാറുണ്ട് കേട്ടോ. സോ 6.10 ഈ രണ്ട് പൂജ്യം അങ്ങോട്ട് പോകുമ്പോൾ 10 raised to 5 ഒരു പോയിന്റ് ഇങ്ങോട്ട് ഇടാം. 6.4 into 10 raised to 6 meter. സോ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ പേടിക്കരുത് കേട്ടോ. സോ റേഡിയസ് തന്നെയാണ് തന്നിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. സോ ഇതാണ് നമ്മുടെ എർത്തിൻ്റെ മാസ്, ഇതാണ് എർത്തിൻ്റെ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ ഒരു ബോഡി ഉണ്ട്, നിയർ ടു ദ എർത്തിൻ്റെ സർഫസിൽ. അവിടെയുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ G ഈസ് ഈക്വൽ ടു എക്സ്പ്രഷൻ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ കേട്ടോ. സോ G is equal to GM divided by R square. So this is expression of acceleration due to gravity near to the surface of Earth, or we can say that നമ്മുടെ സർഫസ് ഓഫ് എർത്തിൽ GM/R² ആട്ടോ. അപ്പോൾ എങ്ങനെ കിട്ടിക്കാണൂടെ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ? പറയാൻ പറ്റുമോ കമൻറ്റ് ബോക്സിൽ? എങ്ങനെ കിട്ടിക്കാണും 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ? സാർ അറിയാം സാർ, മാസിൻ്റെ വാല്യൂ അറിയാം. വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് മാസിൻ്റെ വാല്യൂ ഇവിടെ, റേഡിയസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ജിയുടെ വാല്യൂ എന്താടാ 6.6. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് മക്കളെ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അല്ലാതെ ഞാൻ ചുമ്മാ എടുത്ത് എഴുതിയതല്ല 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദിസ് ഈസ് ഹൗ വി find the value of acceleration due to gravity. So this is the expression of acceleration due to gravity at the സർഫസ് ഓഫ് എർത്ത്. ഓക്കെ, സോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സ്വാഭാവികമായിട്ടും പഠിക്കാൻ പോകുന്ന അടുത്തൊരാളുണ്ട്. അപ്പോൾ ഇത് സർഫസിലാണ്. ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ, ഒരു മിനിറ്റ്. അപ്പോൾ ഇത് സർഫസിലാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സർഫസ് കഴിഞ്ഞല്ലോ. സർഫസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം പഠിപ്പിക്കാം. ഇത് എർത്ത്, കളർ മാറ്റാം, വെള്ള, ഐ നീഡ് വൈറ്റ്. ഓക്കെ, സോ ഇത് അഗെയിൻ എർത്താണ്, മാസ് M ആണ്, റേഡിയസ് R ആണ്. സോ അതും കൂടെ മാർക്ക് ചെയ്യാം. സന്തോഷമായിക്കോട്ടെ എല്ലാവർക്കും. ഓക്കെ ഓക്കെ, സോ ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് എർത്ത്, മാസ് ഓഫ് ദി എർത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ സർഫസിലെ കാര്യം കഴിഞ്ഞാൽ സർഫസിൽ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോസ് എ ബോഡി ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഹൈറ്റ് h distance from center of earth. എ മാസ് ഒരു ബോഡീനെ h ഡിസ്റ്റൻസ് ഫ്രം ദി സർഫസ് ഓഫ് എർത്ത് ആണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? സോ ദിസ് ഈസ് ആക്ച്വലി സെൻട്രലാണ്, സർഫസിലാണ് ഈ G ഉള്ളത്. സോ G at a height h. സോ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ എഴുതുന്നു G at a height h. GH ദ എക്സ്പ്രഷൻ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, എക്സ്പ്രഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. സോ ഇവിടെ GM/R² അല്ലേടാ സർഫസിലായതുകൊണ്ട്. സോ ദിസ് വിൽ ബിക്കം ഗസ് ചെയ്യാൻ പറ്റും GM ഡിവൈഡഡ് ബൈ സാർ R+H² അല്ലേ സാർ? R+H² അല്ലേ വരിക? കാരണം ആറിൻ്റെ കൂടെ ഒരു H ഡിസ്റ്റൻസ് കൊണ്ട് കൂടിയില്ലേ. സോ G at a height h will be GM/R+H². ഓക്കെ, പഠിച്ചോട്ടോ. ഇത് നമുക്ക് എല്ലാ കണ്ടീഷനിലും ഉപയോഗിക്കാൻ പറ്റുന്ന എക്സ്പ്രഷനാണ്. അറ്റ് എ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ GM/R+H. ഇനി ഞാൻ എൻ്റെ വക എക്സാമിനോട്ട് ഒരു ഷോർട്ട് ട്രിക്ക് പറഞ്ഞു തരാം. ചില സമയത്ത് വെൻ ദിസ് H ഈസ് വെരി മച്ച് ലെസ് ദാൻ R, അതായത് റേഡിയസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു 100 കിലോമീറ്ററിനേക്കാളൊക്കെ താഴെയാണ്, ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 20 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ഇറ്റ് ഇസ് കമ്പയർഡ് ടു ദ റേഡിയസ് ഓഫ് ദി എർത്ത്, ദാറ്റ് ഈസ് 6400 കിലോമീറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 20 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ ഒന്നുമില്ലല്ലോ. സോ അങ്ങനത്തെ എക്സ്പ്രഷൻ ആണെങ്കിൽ, സോ വെൻ H ഈസ് ലെസ് ദാൻ വെരി ലെസ് ദാൻ R ആണ് എന്നാണെങ്കിൽ, സോ വി ക്യാൻ റൈറ്റ് ദ എക്സ്പ്രഷൻ
expression of GH as GHS only particular condition ഉണ്ട് കേട്ടോ. particular condition ഉണ്ട്, തെറ്റിക്കരുത് കേട്ടോ. particular condition മാത്രമേ എഴുതാൻ പാടുള്ളൂ കേട്ടോ. സോ ഇത് ജനറൽ കേസാണ് GM/R+H. ഓൺലി ദിസ് പെർട്ടിക്കുലർ കണ്ടീഷനിൽ വി ക്യാൻ റൈറ്റ് ആസ് G into 1 minus 2H/R. ഓക്കെ, ഞാൻ അഗെയിൻ മാത്തമാറ്റിക്കൽ പ്രൂഫ് പറയുന്നില്ല കേട്ടോ. സോ ദിസ് ഇസ് ഓൺലി ഫോർ H വെരി 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 ലെസ് ദാൻ R ആണെങ്കിൽ മാത്രമേ ഈ സൊല്യൂഷൻ ഉപയോഗിക്കാൻ പറ്റൂ കേട്ടോ. വെരി മച്ച് ലെസ് ദാൻ R ആണെങ്കിൽ മാത്രമേ എനിക്ക് എക്സ്പ്രഷൻ ഉപയോഗിക്കാൻ പറ്റൂ. H ലെസ് ദാൻ GH ഈസ് ഈക്വൽ ടു G into 1 minus 2H/R. ഓക്കെ, ജനറലി ഇഫ് ദേ ഡസൻറ്റ് സ്പെസിഫൈ അബൌട്ട് ദ ഹൈറ്റ്, അതായത് H ലെസ് ദാൻ R ആണെന്നും ഒരു പർട്ടിക്കുലർ 20 കിലോമീറ്റർ 100 കിലോ ബിലോ 100 കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ വിചാരിച്ചു. സോ അതൊന്നും പറഞ്ഞിട്ടില്ല. ഇഫ് ദേ ഡിഡൻറ്റ് മെൻഷൻ അബൌട്ട് എനി കണ്ടീഷൻ യു ഹാവ് ടു റൈറ്റ് GH is equal to GM/R+H whole square. Otherwise you can say that GH is equal to G into 1 minus 2H/R. G into 1 minus 2H/R. അപ്പോൾ ഇത്രയായില്ലേ? ഇത്രയായ സ്ഥിതിക്ക് ഇനി നമുക്ക് ഒറ്റ കേസും കൂടെ പഠിക്കാനുള്ളൂ. സോ ദാറ്റ് വിൽ ബി സോ ദിസ് ഈസ് ആക്ച്വലി സർഫസിലായി, ഇത് അറ്റ് ഹൈറ്റ് മുകളിലോട്ടായി സർ. ഇനി എന്താണ് സാർ ബാക്കിയുള്ളത്? സാർ ഇനി സിമ്പിൾ അല്ലേ സാർ? ഇനി ബാക്കിയുള്ളത് ഡെപ്തിലോട്ട് വാ സാർ. സോ ഇവിടെ നിന്നൊരു ഡി ഡെപ്ത് താഴേട്ട് വന്നു സാർ. സോ ഡി ഡെപ്ത് താഴോട്ട് ഞാൻ വന്നു. ഡി ഡെപ്ത് കുയിച്ച് ഡി ഡെപ്ത് താഴോട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ അവിടെയും ഉണ്ടാകില്ലേ സാർ ഒരു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ഞങ്ങൾക്ക് അത് കണ്ടുപിടിക്കണ്ടേ സാർ? കണ്ടുപിടിക്കാൻ റെഡിയല്ലേ മക്കളെ? ഇതേ കണ്ടുപിടിക്കാൻ പോവാട്ടോ. സോ അങ്ങനെയാണെങ്കിൽ ഡി ഡെപ്ത് താഴോട്ട് വന്നാൽ എഗെയിൻ ഞാൻ എക്സ്പ്രഷൻ മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. സോ G at a depth D will be equal to G into അയ്യോ പേന പോയി. So G into 1 minus D/R. G into 1 minus D/R. സോ ഇതിൽ പിന്നെ കണ്ടീഷൻ ഒന്നും ഇല്ല കേട്ടോ മക്കളെ. ഡി വെരി വെരി ലെസ് ദാൻ എന്നോ ഡി ഗ്രേറ്റർ ദാൻ എന്നുള്ള എക്സ്പ്രഷൻ ഒന്നുമേ ഇതിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് 3 എക്സ്പ്രഷൻ അറ്റ് എ സർഫസ്. G is equal to GM/R² on the height H height from the surface, that is GM/R+H the whole square. ഒരു സ്പെഷ്യൽ കണ്ടീഷൻ പഠിച്ചു. അറ്റ് എ ഡെപ്ത് ഡി GD is equal to G into 1 minus D/R. ഓക്കെ, ഈ ഒരു ഫോർമുലയിൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് പോസിബിൾ ആട്ടോ. ഒത്തിരി ക്വസ്റ്റ്യൻസ് പോസിബിൾ ആണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജിയുടെ വാല്യൂ മാക്സിമം ആവുന്ന എവിടെയായിരിക്കും? കമന്റ് ബോക്സ്. കമോൺ, ജിയുടെ വാല്യൂ മാക്സിമം ആവുന്ന എവിടെയായിരിക്കും? എവിടെയാണ് ജിയുടെ വാല്യൂ മാക്സിമം ആവുന്നത്? സർഫസിലായിരിക്കോ, അറ്റ് ഹൈറ്റ് എച്ചിലായിരിക്കോ, അതോ ഡെപ്തിലായിരിക്കോ? എവിടെയാണ് ജിയുടെ വാല്യൂ മാക്സിമം ആവുന്നത്? തെറ്റുന്നുണ്ടെങ്കിൽ എവിടെയാ മാക്സിമം ആവുന്നത്? എടാ സർഫസിലല്ലേ മാക്സിമം ആവുന്നത്. ബാക്കി 2 എക്സ്പ്രഷൻ നോക്കിയേ. സോ ഇവിടെ നോക്കിയേ, G into 1 minus D/R. ഡെപ്ത് കൂടുന്തോറും ഈ G മൈനസ് ജിയിൽ നിന്നൊരു വാല്യൂ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയല്ലേ. എഗെയിൻ ഇവിടെയും സെയിം അല്ലേ. G ഇപ്പൊ ബ്രാക്കറ്റ് പൊട്ടി ചെയ്ത G into 2GH minus H. അപ്പൊ H കൂടുന്തോറും ജിയിൽ നിന്നൊരു വാല്യൂ മൈനസ്. ഇവിടെ ഇനിയിപ്പോൾ ഈ എക്സ്പ്രഷൻ വെച്ച് നോക്കി, H കൂടുന്തോറും ഡിനോമിനേറ്റർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. സോ G വാല്യൂ വിൽ ബി റെഡി. സോ മക്കൾ പഠിച്ചോ, ജിയുടെ വാല്യൂ മാക്സിമം ആവുന്നത് എവിടെയാടാ? സർഫസിലായിരിക്കും. ബാക്കി മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും the value of acceleration due to gravity will definitely decrease. സെറ്റ് അല്ലേ? സോ ഈ എക്സ്പ്രഷൻ എന്നൊക്കെ എനിക്ക് ഇതൊക്കെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന. സോ വി ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദാറ്റ്. സിമ്പിൾ ആയിരിക്കും, ബട്ട് ഓ സാർ അത് മനസ്സിലാവുന്നില്ല. സോ ദ എക്സ്പ്രഷൻ വെച്ച് ഞാൻ കണ്ടുപിടിച്ച കാര്യം അത് അല്ലേ. ഇനി ഞാൻ ചോദിക്കട്ടെ, അറ്റ് സെന്റർ ഓഫ് ദി എർത്ത് വാട്ട് വിൽ ബി ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ഒരു ക്വസ്റ്റൻ ആണ്, ഇപ്പൊ തന്നെ എനിക്ക് ഓർമ്മ വന്ന ക്വസ്റ്റൻ ആട്ടോ. ഞാൻ ഈ ക്വസ്റ്റൻസ് നമ്മൾ റിപ്പീറ്റേഴ്സിലെ ചേട്ടന്മാർക്ക് വല്ല കൊടുത്തിട്ടുണ്ട്, ചില ആൾക്കാരൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റും, അറ്റ് ദ സെന്റർ ഓഫ് ദി എർത്ത്, center of earth, what will be the acceleration due to gravity? Come on, at the center of the earth. അപ്പോൾ എക്സ്പ്രഷൻ ഉപയോഗിക്കേണ്ടത് ഏതാ മോനെ? GD ആണ് സാർ, ഡെപ്തിലല്ലേ സാർ. സോ അറ്റ് സെന്റർ ഓഫ് ദി എർത്ത്, സെന്റർ ആണെങ്കിൽ കുഴിച്ച് ഡെപ്തും റേഡിയസും സെയിം അല്ലേ? ഡെപ്തും റേഡിയസ് അറ്റ് സെന്റർ ഓഫ് ദി എർത്ത്, ഡെപ്ത് is equal to radius. അങ്ങനെയാണെങ്കിൽ D is equal to R. So this will be what? GD at the center of the earth is G into 1 minus D is equal to R by R. by R 1 minus 1 0. So GD at the center of the earth, acceleration due to gravity is mota.
Okay, so acceleration due to gravity at the center of the earth, at the center of earth മാത്രമാണ് സീറോ ആകുന്നത്. വേറെ എവിടെയും നമുക്ക് സീറോ ആവത്തില്ല. അറ്റ് എ ഹൈറ്റ് എച്ചിൽ ഒരിക്കലും സീറോ ആവത്തില്ല. ദാറ്റ് ഈസ് ക്ലോസ് ടു സീറോ എന്ന് പറയാൻ പറ്റും. ബട്ട് വി കൻ ഡെഫിനറ്റ്ലി സേ ദാറ്റ് അറ്റ് ദി സെന്റർ ഓഫ് ദി എർത്ത്, അറ്റ് ദി സെന്റർ ഓഫ് ദി എർത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വാല്യൂ ഈസ് 0. ഹെർട്ട് അല്ല, 0. ഓക്കെ സീറോ ആവുന്ന വാല്യൂ. സോ ദാറ്റ് ഈസ് എ വെയ്റ്റ്ലെസ്നെസ് കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾക്ക് തടി കുറയ്ക്കണം അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നേരെ സെൻറ്ററിലോട്ട് പോകൂല. എർത്തിൻ്റെ സെൻറ്ററിൽ പോയി നിൽക്കടാ. എർത്തിൻ്റെ സെൻറ്ററിൽ പോയി നിന്നാൽ ജി ഇല്ലടാ. ജി ഇല്ല. വെയിറ്റ് എന്താ? വെയിറ്റ് W=mg ആണ്. ജി 0 ആണ്, വെയിറ്റ് 0 ആണ്. ഓക്കെ, സോ വെയ്റ്റ്ലെസ്നെസ്, അതായത് സെൻറ്റർ ഓഫ് ദി എർത്തിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് 0. ഓക്കെ, ഒറ്റ സ്ലൈഡിൽ ദ വെരി ഇമ്പോർട്ടൻറ്റ് സ്ലൈഡ് കേട്ടോ. സോ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. ഈ സ്ലൈഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതിന് ചോദിക്കാൻ പറ്റും കേട്ടോ. പക്കയല്ലേ സർഫസ്, ഹൈറ്റ്, ഡെപ്ത്. ഓക്കെ, ഗുഡ് ടു ഗോ. ഓക്കെ, എഗെയിൻ വീണ്ടും പറയുന്നത് പോലെ തന്നെ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റണം എന്ന് എൻ്റെ മക്കളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിരിക്കണു. അങ്ങനെയല്ല, അറ്റ് വാട്ട് ഹൈറ്റ് ഫ്രം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കട്ടെ, എൻ്റെ കൂടെ ചെയ്ത് നോക്കട്ടെ. വേണേ ബാക്കിയുള്ള ആൾക്കാരനെ വെയിറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. ഓക്കെ എന്നെ വെയിറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. ബാക്കി ചെയ്ത് നോക്കോട്ടോ. അറ്റ് വാട്ട് ഹൈറ്റ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് acceleration due to gravity becomes 1/4 times of its value at the surface of earth ആണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ കേട്ടോ. സോ ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏത് ഹൈറ്റിലാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ സർഫസിലുള്ളതിൻ്റെ 1/4 ടൈംസ് ആവുന്നേ എന്നാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സിമ്പിൾ അല്ലേ? അതായത് അറ്റ് വാട്ട് ഹൈറ്റ്, അപ്പോൾ അത് GH എന്തായിരിക്കണം? ഏതോ ഒരു ഹൈറ്റിലെ ജി വാല്യൂ എന്തായിരിക്കണം മോനെ? സർഫസിലുള്ളതിൻ്റെ 1/4 ടൈംസ് ആയിരിക്കണം. സർഫസിലുള്ളതിൻ്റെ 1/4 ടൈംസ് ആയിരിക്കണം. ഇതല്ലേ ഏതോ ഹൈറ്റിൽ സർഫസിലുള്ളത് ജി ആണ്, അത് 1/4 ആയിരിക്കണം. എടാ മോനെ പറയടാ, ജി എന്ന് വെച്ചാൽ എന്താടാ? GM/r² അല്ലേടാ സർഫസിൽ. GHന്റെ എക്സ്പ്രഷൻ എന്താടാ? GHന്റെ എക്സ്പ്രഷൻ സാർ GM/r+h² അല്ലേ സാറേ? അതല്ലേ സാറേ? സാർ എന്താ സാറേ G × 1 - 2h/r എടുക്കാത്തെ? G × 1 - 2h/r എന്താ എടുക്കാത്തെ? അതെടുത്താൽ പോരായിരുന്നു. എന്താ അതെടുക്കാത്തെ? എന്താ സാർ? അതിൽ ഹൈറ്റിനെ കുറിച്ചൊന്നും പറയുന്നില്ല. H വെരി ലെസ് ദാൻ R എന്ന് പറയുന്നില്ല. 100 കിലോമീറ്ററിന് താഴെയാന്ന് പറയുന്നില്ല. ഇതൊന്നും പറയാത്തോണ്ട് എനിക്ക് ഇതേ എടുക്കാൻ പറ്റൂ. ഞാൻ ഇതേ എടുക്കൂ, വേറെ ഒന്നും ഞാൻ എടുക്കൂല കേട്ടോ. അങ്ങനെ അത് എക്സ്പ്രഷൻ ആയിട്ട് കൊടുത്തോളി. GM/r+h² = 1/4 അവിടെ കിടക്കട്ടെ. ജിയുടെ എക്സ്പ്രഷൻ എന്താണ്? GM/r². കട്ട് GM കട്ട്. ഈ R² ഇങ്ങോട്ട് കൊണ്ടുപോടാ. ഞാൻ അതാണ് എളുപ്പം. R²/r+h² = 1/4. ഇങ്ങനെ കണ്ടാൽ എനിക്ക് അപ്പം ലഡു പൊട്ടും. ഞാൻ റൂട്ട് എടുക്കും രണ്ട് സ്ഥലത്ത്. ഇതെന്താ? R²/r+h² അല്ലേ? അതായത് R/r+h² എന്നല്ലേ? സോ ഞാൻ ഇതിൻ്റെ റൂട്ട് എടുക്കും കേട്ടോ. രണ്ട് സ്ഥലത്തും ഞാൻ ഇതിൻ്റെ റൂട്ട് എടുക്കും. സോ ദിസ് വിൽ ബിക്കം, പുറത്തോട്ട് വരുമ്പോൾ R/r+h എന്നാവും. R/r+1/1 റൂട്ട് 1 ആണ് സാറേ. 4 റൂട്ട് 2 ആണ് സാറേ. ഇത് കിട്ടി സാർ. R/r+h 1/2 ആണെങ്കിൽ ഈ 2 ഇങ്ങോട്ട് തട്ടാ. ഇനി ഇത്രയും സ്റ്റെപ്പൊന്നും തന്നെ മക്കൾ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ ചില ആൾക്കാർ ദേ വിൽ ബി എ ഫ്രഷർ, ചിലപ്പോൾ അറിയാത്ത ആളോട് കാണിക്കുന്ന കേട്ടോ. സോ ദിസ് 2 ഇങ്ങോട്ട് പോടാ. 2r ഇത് അങ്ങോട്ട് പോകുമ്പോൾ 2r R+h. R ഇങ്ങോട്ട് വരും. 2r - r ദാറ്റ് ഈസ് R = h. അമ്പോ. അതായത് ഞെട്ടിക്കുന്ന റിലേഷൻ. അതായത് ഹൈറ്റ് സർഫസിൽ നിന്ന് എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഇത് റേഡിയസ് ആണെങ്കിൽ ഇതിന് ഈക്വൽ ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിലുള്ളതിൻ്റെ 1/4 ടൈംസ് ആണ് എന്നാണ് കാട്ടിയിരിക്കുക. ബിക്കോസ് ദിസ് H is equal to R. അല്ലേ? അതുകൊണ്ട് റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഞാൻ മുകളിലോട്ട് പോവുകയാണെങ്കിൽ, അതായത് മുകളിലോട്ടൊരു 6400 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ സർഫസിലുള്ളതിൻ്റെ 1/4 ആയിട്ടുള്ളൂ. സർഫസിലുള്ള 1/4 കിട്ടണമെങ്കിൽ 6400 കിലോമീറ്റർ പോകണം. ഓക്കെ, സോ അതാണ് ക്വസ്റ്റ്യൻ്റെ മീനിങ്. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അവിടെ 1/4 ടൈംസ് ചിലപ്പോൾ 1/2 ആയിരിക്കാം, അല്ലെങ്കിൽ 1/3 എന്ത് ചോദിച്ചാൽ എൻ്റെ മക്കൾ എഴുതിക്കോളാം. ദ മെത്തേഡ് റിമെയിൻസ് സെയിം. റെഡി അല്ലേ? സെറ്റ് അല്ലേ?
അവരല്ലേ. സോ അങ്ങനെയാണ് നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകട്ടോ. അടുത്ത എന്താ വെച്ചിരിക്കുന്നത്? അത് ഓക്കെ സർ, ഹൈറ്റ് പഠിച്ച ഡെപ്തിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ സർ? അറ്റ് വാട്ട് ഡെപ്ത് ഫ്രം ദ എർത്ത് സർഫസ്, അറ്റ് വാട്ട് ഡെപ്ത് ഫ്രം ദ എർത്ത് സർഫസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് ബൈ 75% ഓഫ് ഇറ്റ്സ് വാല്യൂ അറ്റ് ദ സർഫസ് ഓഫ് എർത്ത്. ഡിക്രീസസ് ബൈ ആണ് സർ, 75% ആണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇടാൻ കാരണം തന്നെ തെറ്റാൻ ചാൻസ് കൂടുതലാണ്. എങ്ങനെയാണ് സർ തെറ്റുന്നത്? സർ 75% ഓഫ് ഇറ്റ്സ് വാല്യൂ ഓഫ് സർഫസ് ഓഫ് എർത്ത്. സപ്പോസ് ആ ഹൈറ്റ്, ആ ഡെപ്ത് ആണല്ലോ, ആ ഡെപ്തിൽ ഈ ഡെപ്തിൽ 75% ഓഫ് ഇറ്റ്സ് വാല്യൂ ഡിക്രീസ് ചെയ്യണം. ഞാനിങ്ങനെ കുഴിച്ച് പോയ സമയത്തുള്ള ആ ഡി എത്തണ സമയത്തുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സർഫസിലുള്ളതിൻ്റെ 75% കുറയണം. അങ്ങനെയാണെങ്കിൽ ഇപ്പം അവിടെ എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും എന്ന് പറയാവോ? എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും ഇപ്പോൾ അവിടെ? യെസ്. അപ്പോൾ ഓർത്ത് നോക്കി, അതായത് 75% കുറഞ്ഞു കഴിഞ്ഞാൽ മിടുക്കികളും പറയുന്നു സർ 25 ഇനി അവിടെ ഉണ്ടാകൂ, 25% അവിടെ ഉണ്ടാകൂ. സോ അതായത് ജി അറ്റ് എ ഡെപ്ത് ഡി, ആ ഡെപ്ത് ഡിയിൽ ഇനി ഉണ്ടാകുന്നത് എത്രയായിരിക്കണടാ? 25% ആയിരിക്കണം. 25% ഓഫ് സർഫസ് ആയിരിക്കണം. 25% ഓഫ് സർഫസ് ആയിരിക്കണം ഇപ്പം അവിടെ ഉണ്ടാകുന്നത്. കാരണം 75% കുറഞ്ഞല്ലോ, ഇനി ഉണ്ടാകേണ്ടത് 25% ആയിരിക്കണം അല്ലേടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജി ഡിയുടെ എക്സ്പ്രഷൻ, എന്താ വരിക? കുറയണം എന്നാണ് ഞാൻ പറഞ്ഞത്. കുറയണം. ഇനി ബാക്കി അവിടെ 25% ഉണ്ടാകൂ. ആ 25% എന്ന് വെച്ചാൽ എത്രയാണ് മോനെ? അത് 1/4 അല്ലേടാ? 25% 1/4 അല്ലേടാ? അപ്പോൾ ഇനി അവിടെ ഉണ്ടാകുന്നത് 1/4 ആണ്. സോ 1/4 on the surface of the earth, 1/4 on the surface of the earth. Same thing ada mone, gm divided by r plus h the whole square എന്ന് എഴുതും. r plus h the whole square നമുക്ക് എഴുതാൻ പറ്റും r plus h the whole square എന്ന് എഴുതാം. g at a depth d, യുടെ എക്സ്പ്രഷൻ എന്താണ് വരിക? g into 1 minus d by r എന്ന് എഴുതാമല്ലോ. ഇപ്പോൾ രണ്ടാണ് എക്സ്പ്രഷൻ. സോ കണക്റ്റീവ്ലി ജി ഡി, ഇപ്പോൾ ഇവിടെ ഓൾറെഡി ജി ഉള്ളത് കൊണ്ട് തന്നെ ഐ ക്യാൻ ക്യാൻസൽ ദാറ്റ് ടേം, റൈറ്റ്? സോ ഞാൻ ജി ഡിയുടെ എക്സ്പ്രഷൻ എഴുതാൻ പോകാം കേട്ടോ. സോ ജി ഡിയുടെ എക്സ്പ്രഷൻ g into 1 minus d by r അല്ലേ? 1 minus d by r അല്ലേ? സോ ദാറ്റ് വിൽ ബിക്കം 1/4 into 1/4. ജിയുടെ എക്സ്പ്രഷൻ എഴുതി സമയം കാണേണ്ട ആവശ്യമില്ല. സോ ഇത് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ആക്ച്വലി എഴുതേണ്ട ആവശ്യം, ഞാൻ അതിനകത്ത് എഴുതിയത്. സോ ആക്ച്വലി 1/4 into g എന്ന് എഴുതാമല്ലോ. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പോടാ? ജി എനിക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുമല്ലോ. ഇനി ബാക്കി എന്താ ഉണ്ടാവുക? 1 minus d by r is equal to 1/4 എന്നുണ്ടാകും. d by r അങ്ങോട്ട് പോട്ടെ കേട്ടോ. d by r അങ്ങോട്ട് പോട്ടെ. സോ d by r അങ്ങോട്ട്, സാർ എന്താ സാർ അങ്ങോട്ട് പോവാത്തത്? എടാ അങ്ങോട്ട് പോയടാ, അതുകൊണ്ടാണ് മൈനസ് സൈൻ പ്ലസ് ആക്കിയത് കേട്ടോ. സോ d by r is equal to 1. ഇയാൾ ഇങ്ങോട്ട് വരട്ടെ. 1 minus 1/4. സോ 1 minus 1/4. സാർ കാൽക്കുലേറ്റർ ചെയ്തു. എടാ എന്തിനാടാ? 1 കാല് പോയാൽ മുക്കാബില്ല. സോ 1 minus 1/4 is equal to 3/4. So d by r is equal to 3/4. d by r is equal to 3/4. അങ്ങനെയാണെങ്കിൽ ഡെപ്ത് എത്രയാടാ? സർ 3r/4 സർ. 3r/4 അല്ലെ? 3r divided by 4. So this is the expression. So at a depth d, that is equal to 3/4 of the r. 3/4 of the r എത്തുന്ന സമയത്ത് അവിടെ എനിക്ക് ഇനി 25% ഓഫ് വാല്യൂ ഉണ്ടാകൂ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം 75%ഓളം കുറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. സോ ഡി അറ്റ് എ ഡെപ്ത്. അപ്പോൾ ഓപ്ഷൻ ഉണ്ടായിരിക്കും ഇങ്ങനെ 3r/4, 2r/4, 3r/8, അങ്ങനെ പല ഓപ്ഷൻ ഉണ്ട്. ബെറ്റർ. അപ്പം നമ്മൾ കൃത്യം നമ്മുടെ ഓപ്ഷൻ നോക്കി കർപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഉത്തരമൊക്കെ ശരിയായി. സോ ഇതാണ് നമ്മുടെ ഡെപ്തിനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മുടെ ഹൈറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ക്ലിയർ ആണോ? 2 ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഇത് മാത്രം പഠിച്ചെൻ്റെ മക്കൾ പോകരുത്. സോ ട്രൈ ടു ഡു യുവർ ഓൺ സം പ്രോബ്ലംസ്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ കേട്ടോ. PYQ ഒക്കെ നോക്കിക്കഴിഞ്ഞാലും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്താ പഠിക്കാം? എസ്കേപ്പ്. അപ്പോൾ നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നുള്ള ആ ചെറിയ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന കുറച്ച് ടേംസ് ആയിരിക്കും കേട്ടോ. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? എന്താടാ എസ്കേപ്പ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം തന്നെ എന്താ? എസ്കേപ്പ് എന്ന് വെച്ചാൽ, സാർ എസ്കേപ്പ് എന്ന് വെച്ചാൽ
പോവുക, മുങ്ങുക, അല്ലേ? ഒരു സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ചെയ്ത് പോവുക, ഒന്നുമില്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ നിന്ന് എനിക്ക് എസ്കേപ്പ് ആവണം, എനിക്ക് എല്ലായിടത്തും എസ്കേപ്പ് ആവണം. സർ ക്ലാസ്സിൽ നിന്ന് എസ്കേപ്പ് ആവണം, അതായത് ക്ലാസ് ടീച്ചറിൻ്റെ കൺട്രോളിൽ ഞാൻ പുറത്ത് പോകണമെങ്കിൽ ക്ലാസ്സിൽ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ക്ലാസ്സിലുള്ള ടീച്ചർക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് പുറത്തോട്ട് പോകണം. അതാണ് എസ്കേപ്പ് ഫ്രം ദി ക്ലാസ്, അല്ലേ? ഇവിടെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഞാൻ എങ്ങോട്ടും അല്ല എർത്തായിട്ട്, ഇപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയാലും എർത്ത് തന്നെ അട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ എർത്ത് തന്നെ അട്രാക്ട്, അതുകൊണ്ടാണ് എർത്ത് പിന്നെ ഞാൻ താഴത്തോടെ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചാടിയാലും തിരിച്ചു വരാൻ കാരണം എർത്ത് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് മീ, അല്ലേ? സോ എർത്തിൻ്റെ അട്രാക്ഷൻ എനിക്ക് വേണ്ട, എനിക്ക് എർത്തിന് ഇഷ്ടമല്ല. എനിക്ക് എർത്തിൻ്റെ അട്രാക്ഷൻ പുറത്തു പോകണമെങ്കിൽ ഞാനൊരു വെലോസിറ്റിയിൽ പറഞ്ഞാൽ മതി. ആ വെലോസിറ്റി ഈസ് കോൾഡ് എസ്കേപ്പ് വെലോസിറ്റി. സിമ്പിൾ. ദ വെലോസിറ്റി അറ്റ് വിച്ച് a body should be projected in order to escape from earth attraction force. Simple. അത്ര ഡെഫിനിഷൻ ചോദിക്കൂല. എന്നാലും ദ മിനിമം വെലോസിറ്റി ഞാൻ കൊടുക്കേണ്ട ഒരു ബോഡിക്ക് കൊടുത്തത്, ഈ പേന ഞാനൊരു വെലോസിറ്റിയിൽ എറിയുകയാണെങ്കിൽ ഈ പേന ഇനി തിരിച്ചു വരരുത്. ഈ പേന തിരിച്ചു വരരുത് എന്നുണ്ടെങ്കിൽ ഈ പേന എർത്തിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ നിന്ന് പുറത്ത് പോകണം. സോ അങ്ങനെ പുറത്ത് പോകണമെങ്കിൽ ഞാൻ ഒരു വെലോസിറ്റിയിൽ ഇയാളെ എറിയണം. ആ വെലോസിറ്റിനെ വിളിക്കുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. ഓക്കെ, സോ ഞാൻ ഇവിടെ ഒരു ബോഡി ഉണ്ടെന്ന് വിചാരിച്ചു, ഇവിടെ ഒരു ബോഡി ഉണ്ടെന്ന് വിചാരിച്ചു. സോ ഈ ഒരു ബോഡിയെ, ബോഡി വരയ്ക്കണം. ഇവിടെയുള്ളൊരു ബോഡീനെ ഞാൻ ഒരു വെലോസിറ്റി, ഒരു ഇനീഷ്യൽ വെലോസിറ്റി കൊടുക്കുക എന്ന് വിചാരിച്ചോ. ആ കൊടുക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റി VE എന്ന് പറഞ്ഞാൽ വി എസ്കേപ്പ് എന്ന് വായിക്കണം കേട്ടോ. വി എസ്കേപ്പ്. ഞാൻ കൊടുക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റി ആണെങ്കിൽ ആ ബോഡി പിന്നെ തിരിച്ചു വരൂല, അയാളിനി വരൂല, അയാളാണ്ട് പോയിക്കോളും. ഓക്കെ, സോ ആ വെലോസിനെ വിളിക്കുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. എഗെയിൻ എർത്തിൻ്റെ മാസ് ക്യാപിറ്റൽ M എന്നും എർത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R എന്നും എൻ്റെ മക്കൾക്ക് അറിയാമെങ്കിൽ എഗെയിൻ ഞാൻ ഡെറിവേഷനിലേക്ക് ഒന്നും പോകുന്നില്ല. ഡയറക്ട്ലി ഐ എം ഗിവിംഗ് ദ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് വെലോസിറ്റി. സോ ദ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് വെലോസിറ്റി VE is equal to root of 2gm divided by R. Okay, so VE is equal to root of 2gm divided by R. ഇതാണ് എസ്കേപ്പ്. ഇതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും സർ. 6.67 × 10⁻11, 6 × 10⁻24 കിലോഗ്രാം, 6400 കിലോമീറ്റർ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു വാല്യൂ കിട്ടും. അത് വളരെ നിസ്സാരമായി എൻ്റെ മക്കൾ പഠിച്ചു വെച്ചു. ദാറ്റ് ഈസ് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. സാർ ഇത് സിമ്പിൾ അല്ലേ സാർ? 11.2. സാർ ഞാൻ കാറിൽ പോകുന്നത് 40 കിലോമീറ്റർ പെർ ഹവറിലാണ്. കിലോമീറ്റർ പെർ ഹവറിലാണ് നിങ്ങൾ പോകുന്നത്. ഇത് കിലോമീറ്റർ പെർ സെക്കൻഡാടാ, ഒരു സെക്കൻഡിലടാ. അതെ, ടിക്ക് ഇങ്ങനെ ഒരു സെക്കൻഡ് നോട്ട് ചെയ്യുമ്പോൾ നിങ്ങളിരിക്കുന്ന വീട്ടിൽ നിന്ന് 11 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് നിങ്ങളിത് ഒരു സെക്കൻഡിൽ എത്തണം. സോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര സ്പീഡിൽ പോയാലാണ് ഇത് അച്ചീവ് ആവുകയെന്ന്, അല്ലേ? സോ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദി ഫ്രം ദി സർഫസ് ഓഫ് എർത്ത്, എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്, പോയിന്റ് ഫ്രം ദി സർഫസ് ഓഫ് എർത്ത് ഈസ് VE is equal to 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. മറന്നു പോകല്ലേടാ പിള്ളേരെ, മറന്നു പോകല്ലേട്ടോ. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് നമ്മളൊരു ബോഡി പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ, അത് തിരിച്ചു വരാതിരിക്കണമെങ്കിൽ ഐ ഷുഡ് പ്രൊജക്ട് ദാറ്റ് വിത്ത് എ വെലോസിറ്റി ഓഫ് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ദ ജനറൽ എക്സ്പ്രഷൻ ഫോർ ദാറ്റ് ഈസ് V is equal to root of 2gm by R. സോ ഇത് എർത്താട്ടോ, ഫ്രം എർത്ത. ഇത് എർത്താണ്, എല്ലാ പ്ലാനറ്റിലും ആണെന്ന് എഴുതി വെക്കരുത് കേട്ടോ. ദിസ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഈച്ച് ആൻഡ് എവറി പ്ലാനറ്റ്. അപ്പം മൂന്ന് വേറെയാണ്, ജൂപ്പിറ്ററിന് വേറെയാണ്, മാർസിന് വേറെയാണ്, എല്ലാ പ്ലാനറ്റിനും വേറെ ആട്ടോ. സോ ഇത് ഫ്രം എർത്ത് ആട്ടോ, 11.2 കിലോമീറ്റർ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എർത്തിൻ്റെ ഇതിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ സർഫസിൽ നിന്ന് ഒരാളെ പറഞ്ഞയക്കണം. അയാളെ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആർ അങ്ങോട്ട് എറിയുക. പിന്നെ അയാൾ തിരിച്ചു വരില്ല കേട്ടോ. അത് ആൾക്കാരുണ്ടെങ്കിൽ പോയി നാളെ തന്നെ എറിഞ്ഞോട്ടോ. അത്ര എറിഞ്ഞാലേ പോകത്തുള്ളൂ, അല്ലെ അയാൾ തിരിച്ചു വരും. പിന്നെ ചടങ്ങാവും. പിന്നെ അയാൾ തിരിച്ചു വന്നാൽ അയാളുടെ ബാധ്യത അയ്യോ കാലോചിക്കാനേ വയ്യ കേട്ടോ. അപ്പോൾ ആരും എറിയാനൊന്നും പോകണ്ട കേട്ടോ. സോ എസ്കേപ്പ് വെലോസിറ്റി ഇതേ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് സെറ്റാണല്ലോ എല്ലാവർക്കും. ഗുഡ്. ഇനി അടുത്തത് പിന്നെയും ക്വസ്റ്റ്യൻ. ഞാൻ തിയറി പഠിപ്പിക്കും. ഈ സാറെന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ പഠിപ്പിക്കും, ക്വസ്റ്റ്യൻ പഠിപ്പിച്ച് തിയറി പഠിപ്പിക്കും, ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ കാര്യമുള്ളൂ മക്കളെ, ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് കാര്യമില്ല ബൈ. അതുകൊണ്ടാണ് ബൈ നമ്മൾ പഠിപ്പിക്കുന്നത് ബൈ. ഒക്കെ നോക്കാം ബൈ. അൺനോൺ പ്ലാനറ്റ്, അറിയാത്തൊരു പ്ലാനറ്റ്. അത് ഏത് പ്ലാനറ്റാണ് സാർ? എല്ലാ പ്ലാനറ്റും എനിക്ക് അറിയാലോ, എന്നാലും അത് ഏത് പ്ലാനറ്റ് ആയിരിക്കും? I don't know. An unknown planet is twice the size in terms of radius and half the mass of the Earth. Okay, അപ്പോൾ എർത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസ് ട്വൈസ് ആണ് ഇൻ ടേംസ് ഓഫ് റേഡിയസ്.
ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ റേഡിയസ് ആർ ആണെങ്കിൽ ഇങ്ങേരുടെ റേഡിയസ് 2r ആണ്. ഹാഫ് ദ മാസ് ഓഫ് ദി എർത്ത്. അപ്പോൾ എർത്തിൻ്റെ മാസ് m ആണെങ്കിൽ ഇയാളുടെ മാസ് m/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ എർത്ത് സർഫസ് ഈസ് v. ഓക്കെ, വി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ സർഫസ് ഓഫ് ദി അൺനോൺ പ്ലാനറ്റ്. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്നുള്ളത് വി ആണെങ്കിൽ അങ്ങേരുടെ ആ അൺനോൺ പ്ലാനറ്റിൻ്റെ എന്നുള്ളത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എത്രയെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ അൺനോൺ പ്ലാനറ്റ് അല്ലേ. സോ ഞാൻ വി പി എന്ന് പറയുന്നു. സോ വി പി മീൻസ് ദ വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദാറ്റ് പ്ലാനറ്റ് ആട്ടോ. സോ വി പി ഈസ് ഈക്വൽ ടു എക്സ്പ്രഷൻ സെയിം തന്നെ അല്ലേ മോനെ, 2g(m) ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ ഇത് മാസ് ഓഫ് ദി പ്ലാനറ്റ് ആണ്, ഇത് റേഡിയസ് ഓഫ് ദി പ്ലാനറ്റ് ആണ്. വ്യത്യാസമൊന്നുമില്ല, കാരണം ജി ഈസ് എ കോൺസ്റ്റന്റ്, ജി ഈസ് എ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്. ഇത് മാസ് ഓഫ് ദി പ്ലാനറ്റ്, ഇത് റേഡിയസ് ഓഫ് ദി പ്ലാനറ്റ്. നമുക്കറിയാലോ മാസ് ഓഫ് ദി പ്ലാനറ്റിനെ അവർ എർത്തിൻ്റെ ടൈമിൽ എങ്ങനെ എഴുതിയിരിക്കുന്നേടാ, m/2, കാരണം ഹാഫ് ഓഫ് ദി മാസ് അല്ലേ. പിന്നെ എന്താടാ ട്വൈസ് ദർ സൈസ്. അപ്പോൾ ഇൻ ടൈംസ്, അപ്പോൾ റേഡിയസ് ഓഫ് ദി പ്ലാനറ്റ് ട്വൈസ് ഓഫ് ദി റേഡിയസ് ഓഫ് ദി എർത്ത്. 2r എന്നല്ലേടാ എഴുതിയിരിക്കുന്നത്. സോ ഈ എക്സ്പ്രഷൻ എങ്ങനെ വരുവേടാ മനി, റെഡാഫ് 2 അവിടെയുണ്ട്, ജി അവിടെയുണ്ട്, എം പി എന്ന് വെച്ചാൽ m/2 ആണ്, m/2 ആണ്. ഇനി റേഡിയസ് ഞാൻ താഴെ ഇങ്ങനെ എഴുതുക കേട്ടോ, 1/rp എന്ന് വെച്ചാൽ എന്താ, ആർ പിൻ്റെ സ്ഥാനത്ത് 2r എന്ന് എഴുതാം കേട്ടോ, 2r എന്ന് എഴുതുവാണേ. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിയാടാ മോനെ, റൂട്ട് ഞാനൊന്ന് മെനക്ക് എഴുതുവാണേ, 2 1/4 ആണ്, 1/4. ബാക്കി എന്താ ഉള്ളത്, 2 × g(m) ഡിവൈഡ് ബൈ r. സാർ 2 കട്ട് ചെയ്ത് ചെയ്യൂല സാർ. എന്തിനാണ് സാർ ചെയ്യാതിരിക്കുന്നത്? 1/4 റൂട്ട് 1/4, 1 റൂട്ട് 1 തന്നെ, 4 റൂട്ട് 2. സോ 1/2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ആരാടാ ഉള്ളത്, റൂട്ട് 2gm/r അല്ലേ, ഇതാരാടാ റൂട്ട് 2gm/r. സാർ അത് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് ആണ് സാർ, അത് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദി എർത്ത് ആണ് സാർ, അത് വി ആണ് സാർ. അങ്ങനെയാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ പ്ലാനറ്റ് ഓഫ് ദി എർത്ത് സാർ, ഇത് 1/2 ആണ്, ഇത് വി, ഈ ആണ് എർത്താണ്, അത് ഇവിടെ വി തന്നിരിക്കുന്നു സാർ. ദാറ്റ് വിൽ ബി v ഡിവൈഡഡ് ബൈ 2. സോ ദ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദാറ്റ് പ്ലാനറ്റ് ഈസ് എർത്തിൻ്റെ പകുതി മതി. അതായത് 11.2 ആണെങ്കിൽ 11.2ൻ്റെ പകുതി മതി. 11.2ൻ്റെ പകുതി മതി. എത്ര 11.2ൻ്റെ പകുതി എന്നറിയൂ സാർ? കാൽക്കുലേറ്റർ വേണം സാർ. 11.2 പോയിന്റ് വന്നാൽ ഞങ്ങൾക്ക് കാൽക്കുലേറ്റർ വേണം. എത്ര 11.2ൻ്റെ പകുതി? കമ്പോൺ, IITMs 10 ലക്ഷം സ്കോളർഷിപ്പ് നേടാൻ പോകുന്ന മക്കൾസ്, ദാരിദ്ര്യം, അയ്യോ കിട്ടുന്നില്ല സാർ. 11.2 സാർ വേറെ എടാ 112ൻ്റെ പകുതി എത്രയാ? 112ൻ്റെ പകുതി 56 അല്ലേ. സോ 5.6. കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, 5.6 ആട്ടോ, 5.6 മതി. അതൊന്നും ഇവർ ചോദിച്ചിട്ടില്ല. സോ ഇവിടെ ഓപ്ഷൻ ഉണ്ടാവും v/2, 2v, v/3, v/4, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കും. സോ കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ ചൂസ് ചെയ്യുക, v/2. ഓക്കെ, മനസ്സിലായല്ലോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് എസ്കേപ്പ് വെലോസിറ്റി. അടുത്ത എന്താണ്, ഓർബിറ്റൽ വെലോസിറ്റി. എന്താ, സിമ്പിൾ. അതിൽ തന്നെ ടേമിൽ തന്നെ എല്ലാം നമുക്കറിയാലോടാ. നമ്മുടെ സാറ്റലൈറ്റ്സ് അല്ലേ, സാറ്റലൈറ്റ് എർത്തിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്ന ആൾക്കാരാണ് എർത്തിൻ്റെ സാറ്റലൈറ്റ് എന്നൊക്കെ പറയാം അല്ലേ. സോ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസ് അകലെ, സോ r ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് എർത്ത് ആട്ടോ. എക്സ്പ്രഷൻ നോക്കണേ, ഫ്രം ദി എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസ് അകലെ ഒരു സാറ്റലൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ആ സാറ്റലൈറ്റ് ഈസ് റിവോൾവിങ് അറൗണ്ട് എർത്ത് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, സോ ഈ എർത്തിൻ്റെ ചുറ്റിലും ഈ സാറ്റലൈറ്റ് ഈ ഒരു റേഡിയസിൽ കറങ്ങുന്നത്. വലിയ റേഡിയസ് ആക്കണോ? വേണ്ടല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ അല്ലേ മക്കളെ. ഓക്കെ, അപ്പോൾ ഒരു റേഡിയസ്, ഒരു r ഡിസ്റ്റൻസ് അകലെ ഒരു സാറ്റലൈറ്റ് ഒന്ന് വിചാരിക്കുക. സോ ഇതാണ് എൻ്റെ സാറ്റലൈറ്റ്. സോ ഈ സാറ്റലൈറ്റ് ഇങ്ങനെ കറങ്ങാം, അപ്പോൾ ഇതിങ്ങനെ സർക്കുലർ പാത്ത് അല്ലെങ്കിൽ ഏറ്റവും കറങ്ങി കഴിഞ്ഞാൽ ഇതിന് വെലോസിറ്റി ഉണ്ടാവില്ലേ? ഇതിന് ചുറ്റിലും കറങ്ങുന്ന ഒരു വെലോസിറ്റി ഉണ്ടാവില്ലേ? സപ്പോസ് ഇത് കറങ്ങുന്ന വെലോസിറ്റി, സോ ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും വെലോസിറ്റി ഉണ്ടാവുക കേട്ടോ. സോ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു സർക്കുലർ പാത്തിൽ കറങ്ങുന്നതാണെങ്കിൽ ദ വെലോസിറ്റി വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ അല്ലേ. സോ ഞാൻ അതും കൂടെ എക്സ്പ്രഷൻ കാണിക്കാം. സോ ദ velocity will be in this direction. So that velocity ആ വെലോസിറ്റിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ ഒരു സാറ്റലൈറ്റ് എർത്തിൻ്റെ ചുറ്റിലും കടന്ന് കറങ്ങുന്ന വെലോസിറ്റി എത്രയാണോ ആ വെലോസിറ്റിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. സോ ദ വെലോസിറ്റി അറ്റ് വിച്ച് എ സാറ്റലൈറ്റ് ഓർ എനിത്തിങ്
ഓർബിറ്റ്സ് അറൗണ്ട് ദി എർത്ത് ഈസ് കോൾഡ് ഓർബിറ്റൽ വെലോസിറ്റി. അതാണ് VO. എഗെയിൻ ഞാൻ എക്സ്പ്രഷനിലോട്ട് മാത്രമേ പോകുന്നുള്ളൂ. അതിൻ്റെ പ്രൂഫൊക്കെ നമ്മൾ ചിലപ്പോൾ ഫൗണ്ടേഷനുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ കണ്ടു കാണും, ബട്ട് പ്രൂഫിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാ സ്റ്റുഡൻസിനും ഒരുപോലെ സ്കോർ ചെയ്യാൻ പറ്റും. സോ എക്സ്പ്രഷൻ VO. So orbital velocity VO. Orbital velocity VO will be root of, നേരത്തെ 2gm/r ആയിരുന്നു അല്ലേ. സോ ഇവിടെ √2 ഇല്ല. സോ gm ഡിവൈഡ് ബൈ റേഡിയസ് അല്ലടാ സ്മോൾ ലെറ്റർ, അതായത് എത്ര ഡിസ്റ്റൻസിലാണോ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി എർത്ത് ആട്ടോ, നോട്ട് ഫ്രം ദി സർഫസ് ഓഫ് എർത്ത്. Not from the surface of it. Is the R is the distance from the center of the earth. Center of the earth. ഇനി sometimes suppose radius R ആണെന്ന് പറഞ്ഞു വിചാരിക്കുക. ഇനി സർഫസിൽ നിന്ന് h ഹൈറ്റിലാണെന്ന് വിചാരിച്ചേ. അങ്ങനെയാണെങ്കിൽ സംടൈം ചിലപ്പോൾ ഒരു എക്സ്പ്രഷൻ വേണമെങ്കിൽ ഇങ്ങനെയും തരാം. സോ √gm. മക്കൾ പറഞ്ഞേടാ R എന്ന് വെച്ചാൽ എന്താടാ, റേഡിയസ്, ഒറ്റ ഡിസ്റ്റൻസ് അല്ലേടാ സാർ. ഈ R എന്ന് പറഞ്ഞാൽ R+H ആണല്ലോ. R എന്ന് പറഞ്ഞാൽ R+H ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ലൈക്ക് R+H ഓൾസോ കേട്ടോ. സോ ഇങ്ങനെയും വേണമെങ്കിൽ പറയാം കേട്ടോ. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് ഓർബിറ്റൽ വെലോസിറ്റി ഫ്രം ദ expression of orbital velocity. So root of gm/r plus സെയിം ആട്ടോ. ആറിന് ഞാൻ R+H ആണെന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു കാര്യം ഇവിടെ പറയട്ടെടാ മക്കളെ, ഇതൊക്കെ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചായിരിക്കും നിങ്ങളെ ചില ആൾക്കാരെയൊക്കെ. ഇനി എങ്ങാനും ഇത് ക്ലോസ് ആണെന്ന് വിചാരിച്ചേ, ഈ H ഭയങ്കര സർഫസിനോട് ഭയങ്കര എടുത്താന്ന് വിചാരിക്കുക. അതായത് ഈ H ഹൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ക്ലോസ് സാറ്റലൈറ്റ്, അതായത് നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന സാറ്റലൈറ്റ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ H എന്ന് വെച്ചാൽ, അതായത് ഈ R+Hന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു റേഡിയസ്, അതായത് ഒരു വളരെ കുറച്ച് കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു R അല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ലടാ, V0 ഈസ് ഈക്വൽ ടു gm/r+Hന് പകരം എനിക്ക് വേണമെങ്കിൽ R എന്ന് എഴുതാട്ടോ. ഇത് എന്തിനാ സാറ് കാണിച്ചതെന്ന് അറിയാവോ? എസ്കേപ്പ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്താടാ? എക്സ്പ്രഷൻ ഷോർട്ട് 2gm/r അല്ലേ. എന്തെങ്കിലും കണക്ഷൻ അടിക്കാൻ പറ്റുന്നുണ്ടോ ഇവിടെ? ഉണ്ട് സാർ. എസ്കേപ്പ് വെലോസിറ്റി √2 ഇല്ലെങ്കിൽ ബാക്കി എല്ലാവരും ഇവിടെ ഇല്ലേ. സോ √2 ടൈംസ് V ഓർബിറ്റൽ വെലോസിറ്റി ആട്ടോ. ഇതൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ആട്ടോ. ചിലപ്പോൾ ഇതൊക്കെ കുറച്ച് അഡ്വാൻസ് ആണെന്നൊക്കെ ചിലപ്പോൾ തോന്നും. ചെങ്ങാനൊരു ക്വസ്റ്റ്യൻ വന്നാൽ സിമ്പിളായിട്ട് 10 ലക്ഷം പോകരുതല്ലോ. സോ എസ്കേപ്പ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഓർബിറ്റൽ വെലോസിറ്റിയുടെ √2 ടൈംസ് ആണ്. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? എങ്ങനെ വന്നതെന്ന് എന്തെങ്കിലും സീൻ ഉണ്ടോ? ചുമ്മാ അങ്ങ് പറഞ്ഞോളൂ. ക്ലിയർ അല്ലേ? വലിയ സീനൊന്നുമില്ല, ഗുഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. സോ √2 ഇൻറ്റു VO, √2 ഇൻറ്റു V എങ്ങനെ കിട്ടിയെന്നൊക്കെ ഇന്ന് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി, ഇപ്പം ഓർബിറ്റൽ ഫസ്റ്റ് ഓർബിറ്റൽ വെലോസിറ്റി ഇത് ക്ലോസ് വെലോസിറ്റി ആണ്. അതായത് R+, എങ്ങനെ സാർ ഇങ്ങനെ വന്ന് ചോദിക്കരുത്. അത് R+H എന്ന് വെച്ചാൽ ഈ H വെരി മച്ച് ലെസ് ദാൻ, അതായത് ക്ലോസ് ടു ദ സർഫസ് ഓഫ് ദി എർത്ത്, അതായത് ഏറ്റവും ക്ലോസ് ആയിട്ട് പോകുന്ന സാറ്റലൈറ്റുകൾക്കൊക്കെ ആണെങ്കിൽ H വരും. അത് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്നൊക്കെ പറയും. അതൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ. എർത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സാറ്റലൈറ്റ്, അങ്ങനെയല്ല അതിൻ്റെ ഹൈറ്റ് കമ്പാരിറ്റീവ്ലി ലെസ് ദാൻ വെൻ കമ്പയർഡ് ടു റേഡിയസ് ഓഫ് ദി എർത്ത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിലേഷനോട് വേണമെങ്കിൽ പറയട്ടെ, എങ്ങാനും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ പറ്റിയാട്ടോ. സാറ് പറഞ്ഞു തന്നേ. ഓക്കെ, തെറ്റിക്കരുത് കേട്ടോ. സോ ഓർബിറ്റൽ വെലോസിറ്റി ഇത്രയേ ഉള്ളൂ. ഇനി സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ ആയിരിക്കും എൻ്റെ മക്കൾക്ക് ഊഹിച്ചൂടെ. ദേ പഠിക്കുന്ന ക്വസ്റ്റ്യൻ, സാറ്റലൈറ്റ് A and B ആർ ഓർബിറ്റിംഗ് അറൌണ്ട് ദി എർത്ത് ഇൻ ഓർബിറ്റ്സ് ഓഫ് റേഡിയസ് റേഷ്യോ 1:4. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദർ ഓർബിറ്റൽ വെലോസിറ്റി. സാർ ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ റേഷ്യോ ചോദിച്ചിരിക്കുക. അങ്ങനെയാണ് ഓർബിറ്റൽ വെലോസിറ്റി. സോ VA ആണ് ഒരാളുടെ ഫസ്റ്റത്തെ ആളുടെ ഓർബിറ്റൽ വെലോസിറ്റി. സോ ദാറ്റ് വിൽ ബി √g m ഡിവൈഡഡ് ബൈ RA ആയിരിക്കും. കാരണം എന്താ, ഡിസ്റ്റൻസ് R, സ്മോൾ ലെറ്റർ R എന്ന് വെച്ചാൽ ഇവിടെ റേഡിയസ് റേഷ്യോ എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് RA. ഓക്കെ, ഇനി ക്യാപിറ്റൽ എന്ന് എഴുതണ്ട, സ്മോൾ എന്ന് എഴുതാലോ. സാർ അതല്ലേ കൺഫ്യൂഷൻ വരുന്നത്. സോ RA എന്ന് എഴുതി. സിമിലർലി ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് B വിൽ ബി gm ഡിവൈഡഡ് ബൈ RB ആയിരിക്കും. എന്താ വേണ്ടേ? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദർ ഓർബിറ്റൽ വെലോസിറ്റി. റേഷ്യോ, ഓക്കെ സാർ, റേഷ്യോ എടുക്കാമല്ലോ. VA ഡിവൈഡഡ് ബൈ VB. √gm എന്തായാലും കട്ട് ചെയ്തു. സോ റൂട്ടിൻ്റെ ഉള്ളിൽ ഇത് ഈ RB മോളിൽ കയറി. ഞാൻ ടൈം കളയുന്നില്ല കേട്ടോ എൻ്റെ മക്കളോട് സ്നേഹം കൊണ്ടാട്ടോ. നിങ്ങൾ തന്നെ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. ഡിവൈഡ് ചെയ്താൽ ഇതും കട്ട് ചെയ്തു. ഈ താഴെ കിടക്കുന്ന RB മോളോട്ട് പോകും, റൂട്ടും ഉണ്ടായിരിക്കും അല്ലേ. സോ റൂട്ട് ഓഫ് RB മോളിൽ പോകുമ്പോൾ RB ഡിവൈഡഡ്
ബൈ ആർ എ എന്നായിരിക്കും ഉണ്ടായിരിക്കുക. ആർ ബി ഡിവൈഡ് ബൈ ആർ എ. റേഡിയസ് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ? റേഡിയസ് റേഷ്യോ 1 സാറ്റലൈറ്റ് എയും ബിയും ആണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് റേഷ്യോ അതായത് ആർ എ ഈസ് ടു ആർ ബി, റേഡിയസ് റേഷ്യോ ആർ എ ഈസ് ടു ആർ ബി തന്നിരിക്കുന്നത് 1:4 എന്നാണ്. അതായത് ആർ എ ബൈ ആർ ബി ആട്ടോ 1:4, 1/4 തെറ്റിക്കരുത് കേട്ടോ. ആർ എ ബൈ ആർ ബി ആണ് 1/4. ഇവിടെ എന്താണ് വേണ്ടത്? ഇവിടെ നമുക്ക് വേണ്ടത് ആർ ബി ബൈ ആർ എ ആട്ടോ. ആർ ബി ബൈ ആർ എ, ആർ ബി ബൈ ആർ എ ആണെങ്കിൽ ദാറ്റ് വിൽ ബി 4/1 അല്ലേ? തിരിച്ച് ആർ ബി ബൈ ആർ എ ആണ് 1/4. ക്ലിയർ അല്ലേ? ആർ ബി ബൈ ആർ എ ആണ് 1/4, ആർ എ ബൈ ആർ ബി ആണ് 1/4, ദെൻ ആർ ബി ബൈ ആർ എൽ ബി 4/1. സോ അങ്ങനെയാണ് √4 എന്താണ് വരുന്നത്? സോ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ഓർബിറ്റ് വെലോസിറ്റി ഓഫ് വി എ ബൈ വി ബി ഈസ് ഈക്വൽ √4 എന്ന് വെച്ചാൽ എത്രയാണ്? 2 അല്ലേടാ ബൈ 1 അല്ലേടാ. സോ വി എ ബൈ വി ബി. അപ്പോൾ റേഷ്യോ ഓഫ് ഓർബിറ്റൽ വെലോസിറ്റി വി എ ഈസ് ടു വി ബി. അപ്പോൾ ഓപ്ഷൻ ചിലപ്പോൾ ഉണ്ടായിരിക്കുന്നത് 2:1 എന്നായിരിക്കും കേട്ടോ. സോ ഇതിൻ്റെ ഓപ്ഷനിൽ എന്തായാലും കൺഫേം 1:2 ഉണ്ടായിരിക്കും. തെറ്റിക്കല്ലേടാ 1:2 തെറ്റിക്കല്ലേ, അതായത് 2:1 ആണ് കറക്റ്റ് ആൻസർ. സോ തെറ്റിക്കരുത് കേട്ടോ. സോ ഇതാണ് ഉത്തരം. ഓർബിറ്റൽ വെലോസിറ്റി സിമ്പിൾ. ഞാൻ പറഞ്ഞില്ല, സെയിം എക്സ്പ്രഷൻ ഇതുപോലത്തെ ട്രിക്കി ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. എക്സ്പ്രഷൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി സെറ്റായിട്ട് നമുക്ക് ഇവിടുന്ന് പോകാം കേട്ടോ. ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ പ്രോബ്ലമാറ്റിക് സാധനങ്ങൾ. ഇനി നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുള്ളൂ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വലിയ ഇമ്പോർട്ടൻസ് പറയാൻ പറ്റത്തില്ല. നോർമലി ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഫ്രം പ്രീവിയസ് തിങ്സ് ആട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് പറയാട്ടോ. ഇനി സെറ്റാണോ? ഇനി ഹാപ്പി ആണോ? ഇനി നമ്മൾ പെട്ടെന്ന് ഇവിടെ നോക്കിക്കോട്ടോ. ചാറ്റൊക്കെ സൂപ്പർ. ഓക്കെ. മോഷൻ ഓഫ് ദി ഒബ്ജക്ട്സ് അണ്ടർ ഗ്രാവിറ്റി. ഗ്രാവിറ്റിയുടെ അണ്ടറിൽ പോകുന്ന മോഷനൊക്കെ വിളിക്കുന്ന പേരാണ് മോഷൻ അണ്ടർ ഗ്രാവിറ്റി. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ വെച്ചാൽ ഒരു മോഷൻ ഇങ്ങനെ എറിയുമ്പോൾ അത് മൂവ് ചെയ്യുന്നത് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. ഗ്രാവിറ്റിയിൽ ഇൻഫ്ലുവൻസിൽ മാത്രമാണ് അത് പോയിരുന്നത്. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി, അതായത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മൂവ് ചെയ്യുന്ന എല്ലാ മോഷനും വിളിക്കുന്ന പേരാണ് മോഷൻ അണ്ടർ ഗ്രാവിറ്റി. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ചിട്ട് എങ്ങാനും ചിലപ്പോൾ ചില സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. ഇക്വേഷൻസ് ഓഫ് മോഷൻ ഒന്ന് പറഞ്ഞേടാ. ഇക്വേഷൻസ് ഓഫ് മോഷൻ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, S is equal to ut plus half a t square. V square is equal to u square plus 2s. ഇവിടെ എല്ലാം ഉള്ള ആക്സിലറേഷൻ ഈസ് എ യൂണിഫോം ആക്സിലറേഷൻ അല്ലേ? അതൊക്കെ നമുക്കറിയാം. യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ നമുക്കറിയാം. അപ്പോൾ ഈ ആക്സിലറേഷൻ എല്ലാം നമുക്ക് ഗ്രാവിറ്റിയുടെ ടേംസിൽ എഴുതണം. ഓക്കെ. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ആ എ ബിക്കംസ് ഈ മൊത്തം ജി ആവും. സോ ചില ടൈമിൽ അത് -g ആയിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എപ്പോഴാണ് -g ആവുന്നത്. ജിയുടെ വാല്യൂ ഓൾവേസ് ടുവേർഡ്സ് സെൻറ്റർ ഓഫ് എർത്ത്. സോ ഞാനൊരു ബോഡി മുകളിലേക്ക് എറിഞ്ഞു വിചാരിക്കും. ഇഫ് ഐ ത്രോ എ ബോഡി അപ്വേർഡ്സ്, അങ്ങനെയാണെങ്കിൽ ബോഡി മുകളിലേക്ക് പോകുമ്പോൾ വെലോസിറ്റി ഒക്കെ മുകളിലോട്ടാണെങ്കിൽ അതിൻ്റെ ജിയുടെ ഡയറക്ഷൻ ടുവേർഡ്സ് സെൻറ്റർ ആയിരിക്കും. സോ ജി നെഗറ്റീവ് ആയിരിക്കും. ഇനി എ ബോഡി ഡ്രോപ്പ് ചെയ്യുന്നു വിചാരിക്കുക. സോ പോകുന്ന ഡയറക്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷനും അതുപോലെ തന്നെ ജിയുടെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആയിരിക്കും. സോ ജി പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം എ ക്യാൻ ബി പ്ലസ് ഓർ മൈനസ് ജി ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻ. സോ ഞാനിതിനെ ഈ ടേമിൽ എഴുതി കഴിഞ്ഞാൽ, സോ ജനറലി ഞാൻ എഴുതുക കേട്ടോ. ജനറലി ഞാൻ എഴുതുവാണ് വി പ്ലസ് ഓർ മൈനസ് ജി ടി. പ്ലസ് ആവാം മൈനസ് ആവാം, അത് മക്കൾ സിറ്റുവേഷൻ നോക്കിക്കൊള്ളണം. അതുപോലെ തന്നെ താഴെ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഓർ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഈ പ്ലസ് ഓർ മൈനസ് ഒന്ന് ജി ക്യാൻ ബി പ്ലസ് ഓർ ജി ക്യാൻ ബി നെഗറ്റീവ്. അതുപോലെ തന്നെ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ഓർ മൈനസ് 2GS. സോ ഇതാണ് ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എച്ച് ആണോ മൈനസ്, ഇപ്പോൾ ഒരു ബോഡി ഇഫ് എ ബോഡി ത്രോൺ അപ്വേർഡ്സ് എഴുതി. അപ്പോൾ നോർമലി നമ്മൾ ഒരു സൈൻ ഡയഗ്രംസ് വെച്ച് നോക്കുമ്പോൾ അപ്പ് എല്ലാം നമ്മൾ പോസിറ്റീവ് എടുക്കും, ഡൗൺലോഡെല്ലാം നമ്മൾ നെഗറ്റീവ് എടുക്കും. സോ എ ബോഡി ത്രോൺ അപ്വേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി എന്തായാലും മുകളിലേക്കുള്ള ഡയറക്ഷനിലാണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി പോസിറ്റീവ് ആണ്. ഏതെങ്കിലും ഒരു ടൈമിലെ വെലോസിറ്റി അല്ലെങ്കിൽ ഏറ്റവും ബോളിൽ എത്തുന്ന വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി 0 എന്നൊക്കെ നമുക്ക് അറിയാലോ. ബട്ട് ഈ കേസിൽ ശ്രദ്ധിക്കേണ്ടത് ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ. ആക്സിലറേഷൻ എപ്പോഴും ടുവേഴ്സ് ഡൗൺ ആയിരിക്കും. ദാറ്റ് ആക്സിലറേഷൻ ഈസ് ആക്ച്വലി അണ്ടർ ഗ്രാവിറ്റി ആയതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ എ വിൽ ബി മൈനസ്. അപ്പോൾ ഈ കേസിൽ -g
അല്ലേ? സോ അതുപോലെ തന്നെ നിങ്ങൾ ഡിപ്പെൻഡ് ഓൺ സിറ്റുവേഷൻ പ്രോബ്ലം ചെയ്തോളണം. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. നോർമലി അങ്ങനെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് കണ്ടു വന്നിട്ടില്ല. ദാറ്റ് ഈസ് കണക്റ്റഡ് ടു മോഷൻ ഇൻ വൺ ഡയമെൻഷൻ പ്ലെയിൻ എന്നൊക്കെ നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഗ്രാവിറ്റിന്ന് അങ്ങനെ നിങ്ങളെ കുഴയ്ക്കുന്ന രീതിയിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ ജിയുടെ ടേമിനെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാട്ടോ സാർ ഉദ്ദേശിച്ചത്. പാനിക് ആവില്ല കേട്ടോ മക്കളെ. അയ്യോ 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 എല്ലാവരും ഉണ്ടല്ലോ, പവറല്ലേ, ആരും പോയിട്ടില്ല എന്നൊക്കെ വിശ്വസിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്ത വായിക്കണം മാസ് വേഴ്സസ് വെയിറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്താണ് മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം. സിമ്പിൾ തിയറി ടോപ്പിക്സ് ആട്ടോ. അതിന് ക്വസ്റ്റനൊക്കെ എന്ത് ചോദിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. മാസ് എന്ന് വെച്ചാൽ എന്താടാ? എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻ ഇൻ ബോഡി. അല്ല, എൻ്റെ ബോഡിയിൽ എത്ര എമൗണ്ട് ഓഫ് മാറ്റർ ഉണ്ടോ അതാണ് മാസ്. നമുക്കറിയാം മാസ് ഒരിക്കലും മാറത്തില്ല. മാസ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ് അല്ലേ? പിന്നെ എന്താ മാസിൻ്റെ യൂണിറ്റ് എന്താണ് സാർ? കിലോഗ്രാം ആണ് സാർ മാസിൻ്റെ യൂണിറ്റ്. മാസ് സ്കേലർ ആണോ വെക്ടർ ആണോ സാർ? മാസ് ഒരു സ്കേലർ ആണ് സാർ. നോർമലി മാസ് നമുക്ക് മെഷർ ചെയ്യാൻ ഒത്തിരി ഡിവൈസ് ഉണ്ടെങ്കിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡിവൈസാണ് ബീം ബാലൻസ് എന്നൊക്കെ പറയും കേട്ടോ. ഇനി ഇതുപോലെ വെയിറ്റ് എന്താണ്? ആക്ച്വലി എന്താണ് വെയിറ്റ് സാർ? വെയിറ്റിൻ്റെ യൂണിറ്റ് തന്നെ ന്യൂട്ടൺ ആണ് സാർ. സോ ആക്ച്വലി വെയിറ്റ് ഈസ് ആക്ച്വലി എ ഫോഴ്സ് ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് എർത്ത്. സിമ്പിൾ, അത്രേ ഉള്ളൂ. ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുകയാണ്, ഞാൻ കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട് താഴോട്ട്, അതെനിക്ക് തിരിച്ചു തരുന്നുണ്ട്. എൻ്റെ നോർമൽ റിയാക്ഷൻ ആയിട്ട് എൻ്റെ ബോഡി തിരിച്ചു തരുന്നാലും എൻ്റെ ബോഡി പോട്ടെ ആ ഭൂമി എനിക്ക് തിരിച്ചു തരും. സോ അതാണ് എൻ്റെ വെയിറ്റ്. എനിക്കൊരു സ്ഥലത്ത് നോർമൽ റിയാക്ഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐ എം ആക്ച്വലി ഗെറ്റിംഗ് ദ വെയിറ്റ് ഫ്രം ദി എർത്ത്. അപ്പോൾ എൻ്റെ മാസിനെ എന്നെ ഈ എർത്ത് സെൻറ്ററിലോട്ട് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് എ ഫോഴ്സ്. ദാറ്റ് ഫോഴ്സ് ഈസ് ആക്ച്വലി കോൾഡ് വെയിറ്റ്. Okay, so weight is actually the force at which every body is attracted towards the center of earth. അപ്പോൾ വെയിറ്റ് ഒരു ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ അതൊരു വെക്ടറാണ് മക്കളെ, അതൊരു വെക്ടറാണ്. അതിൻ്റെ യൂണിറ്റ് എന്താ? ഫോഴ്സ് അല്ലേ സാർ? വെയിറ്റ് ഒരു ഫോഴ്സ് ആണെന്ന് സാറ് പറഞ്ഞല്ലോ. അതിൻ്റെ യൂണിറ്റ് എന്താ വരിക? അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടണ. അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടണ. പിന്നെ എന്താ പഠിക്കേണ്ടത്? സ്കേലാണോ വെക്ടറാണെന്ന് ഓൾറെഡി പറഞ്ഞു. പിന്നെ അതെങ്ങനെ മെഷർ ചെയ്യാം? വെയിറ്റ് നമുക്ക് മെഷർ ചെയ്യാം, അതായത് ഫോഴ്സ് മെഷർ ചെയ്യാം. വെയിറ്റ് മെഷറിംഗ് ഡിവൈസിൻ്റെ പേരാണ് സ്പ്രിംഗ് ബാലൻസ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഒരു കമ്പാരിസൺ ടേബിൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. മാസ് എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ബൈ അറിയാം. വെയിറ്റ് ഈസ് എ ഫോഴ്സ് അറ്റ് ഈസ് അറിയാം. സ്കേലറാണ്, വെക്ടറാണ്. SI യൂണിറ്റ് കിലോഗ്രാം ആണ്, അതിൻ്റെ ന്യൂട്ടൺ ആണ്. ദേ ഈ പോയിന്റ് നോക്കിയേ. മാസ് ഈസ് മെഷേർഡ് ബൈ സ്പ്രിംഗ് ബീം ബാലൻസ്. മാസ് ഈസ് മെഷേർഡ് ബൈ സ്പ്രിംഗ്. ഇവിടെ എസ് വേണ്ടേ? യെസ് വേണം. അയ്യോ കർപ്പസ് വരൂ, കർപ്പസ്. ഓക്കെ, മാസ് ഈസ് മെഷേർഡ് ബൈ എ ബീം ബാലൻസ്. വെയിറ്റ് ഈസ് മെഷേർഡ് ബൈ എ സ്പ്രിംഗ് ബാലൻസ്. മെയിൻ സാധനം നോക്കിയാ മാസ് ഓഫ് ദി ബോഡി റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ എവിടെ പോയാലും മാസ് സെയിം ആണ്. ഞാൻ ഭൂമിയിലാണെങ്കിലും ഞാൻ ചന്ദ്രനിലാണെങ്കിലും ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ മാസ് സെയിം ആണ്. ബട്ട് എൻ്റെ വെയിറ്റ് മാറും കേട്ടോ. വെയിറ്റ് ഓഫ് ദി ബോഡി ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. അതായത് വെയിറ്റ് എന്ന് വെച്ചാൽ എന്താ? വെയിറ്റിൻ്റെ എക്സ്പ്രഷൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി mg ആണ്. ഈ g എന്ന് പറഞ്ഞ ആൾ കോൺസ്റ്റന്റ് അല്ല. നമ്മൾ ഇപ്പോഴേ പഠിച്ചില്ലേ? നമ്മൾ പറഞ്ഞു സർഫസിലാണ് സാർ ജി മാക്സിമം. ഹൈറ്റിലോട്ട് പോയാൽ ജി കുറയും, താഴോട്ട് പോയാൽ ജി കുറയും. അപ്പോൾ എർത്തിൻ്റെ ഷേപ്പ് കാരണം തന്നെ ജി കുറയും. ഇനി എൻ്റെ മക്കൾക്ക് അഡീഷണലി കുറച്ച് ഇൻഫർമേഷൻ പറയാം. എർത്തിൻ്റെ ഷേപ്പ് കാരണം ജി കുറയുമെന്ന് പറഞ്ഞില്ലേ? ഇക്വേറ്ററിലും പോൾസിലും കമ്പയർ ചെയ്യുമ്പോൾ ജിയുടെ വാല്യൂ മാറും. കാരണം എന്താ? ഞാൻ അതും കൂടെ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ മക്കൾക്ക് എല്ലാം പഠിപ്പിക്കാൻ എനിക്കൊരു പവർ വേണം, എല്ലാം പഠിപ്പിക്കാം. അതെ, ഒരു എർത്തിൻ്റെ ഷേപ്പ്, ആക്ച്വൽ എർത്തിൻ്റെ ഒരു ഷേപ്പ് ഒരു സ്ഫിറോയിഡ് ആണ് അല്ലെങ്കിൽ സ്പെരിക്കൽ ആണെന്നൊക്കെ എൻ്റെ മക്കൾക്ക് അറിയാലോ അല്ലേ? സോ അതേ നോക്കിയ സെൻട്രൽ നിന്ന് ഇങ്ങോട്ടൊരു റേഡിയസ് വരച്ചാൽ ഇങ്ങോട്ട് ഞാൻ വേറൊരു റേഡിയസ് വരയ്ക്കുന്നു കേട്ടോ. സോ പെട്ടെന്ന് വരാം കേട്ടോ, ടൈം കളയുന്നില്ല കേട്ടോ. സോ ഇതാണ് ഇക്വേറ്റർ. അങ്ങനെയാണെങ്കിൽ RE എന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിലോട്ടുള്ള റേഡിയസ്. ഇത് പോൾ ആയതുകൊണ്ട് പോളിലോട്ടുള്ള റേഡിയസ് ആണിത്. നിങ്ങൾ നോക്കിയേ, വെയിറ്റ്. ഇപ്പം ഇത് വെയിറ്റ് അറ്റ് ഇക്വേറ്റർ അല്ലേ? സോ ദാറ്റ് ഈസ് m ഇൻറ്റു ജി ഓഫ് ദി ഇക്വേറ്റർ. എന്നല്ല വെയിറ്റ് m ഇൻറ്റു ജി. അപ്പോൾ GE ഇക്വേറ്ററിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് GE. അതുകൊണ്ടാണ് ഇക്വേറ്ററിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി GE. സിമിലർലി പോളിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ അയാളുടെ വെയിറ്റ് എന്താ? വെയിറ്റ് അറ്റ് പോൾ ഈസ് ഈക്വൽ ടു മാസ് അറ്റ് പോളിന് എഴുതേണ്ട ആവശ്യമില്ല, കാരണം മാസ് എല്ലാവർക്കും സെയിം. സോ m ഇൻറ്റു ജി ഇൻറ്റു പി. നിങ്ങൾ പറഞ്ഞേ ഇതിൽ ഏതായിരിക്കും വെയിറ്റ് കൂടുതൽ? സാർ ഇതിൽ m സെയിമാ, പിന്നെ ജിയും ജി പി നോക്കിയിട്ടേ പറയാൻ പറ്റൂ. സാർ ജി ആണ് ജി പി ആണോ കൂടുതൽ? എങ്ങനെ ഇത് നോക്കിയിട്ട് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒരു മിനിറ്റ് സമയം തരാം. ഇത് വെച്ചിട്ട് പറയാൻ പറ്റുമോ സാർ വെയിറ്റ് ഇക്വേറ്ററിലെ വെയിറ്റ് ആയിരിക്കുമോ പോളാറിലെ വെയിറ്റ് ആയിരിക്കുമോ സെയിം? കാരണം ഇവിടെ വെയിറ്റ് മാറുമെന്ന് പറഞ്ഞു, എങ്ങനെ പറയാൻ പറ്റും?
മനസ്സിലായി സാർ. ജി എന്ന് പറഞ്ഞ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ അല്ലേ, ജി എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ. ജി എന്ന് പറഞ്ഞാൽ ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ ജി എം ബൈ ആർ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ജി എം ബൈ ആർ സ്ക്വയർ ആണല്ലോ സാർ ജിയുടെ എക്സ്പ്രഷൻ. അങ്ങനെയാണെങ്കിൽ ജി പി എന്ന് വെച്ചാൽ എന്താ? ജി പി എന്ന് വെച്ചാൽ ജി എം ബൈ ആർ പി ഹോൾ സ്ക്വയറാ. അതുപോലെ ജി ഇക്വേറ്റർ എന്ന് വെച്ചാൽ എന്താ? ജി എം ബൈ ആർ ഇ സ്ക്വയർ എന്നാ വരിക. സോ ജി എം ബൈ ആർ പി സ്ക്വയർ എന്നും ജി ഇ എന്ന് വെച്ചാൽ ജി എം ബൈ ആർ ഇ സ്ക്വയർ എന്നാ വരിക. നിങ്ങൾ പറഞ്ഞേ ഇതിൽ ആരായിരിക്കും കൂടുതൽ? ഇങ്ങോട്ടുള്ള ദൂരമായിരിക്കോ കൂടുതൽ? സാർ ഉറപ്പായിട്ട് ഇങ്ങോട്ടുള്ള ദൂരമാണല്ലോ കൂടുതൽ. അങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റും സാർ. ആർ ഇ ഗ്രേറ്റർ ദാൻ ആർ പി ആണെന്ന് എനിക്ക് പറയാൻ പറ്റും സാർ. ആർ ഇ ആണ് ആർ പിന്നേക്കാൾ വലുത്. കാരണം ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ആർ ഇ വലുതായത് കൊണ്ട് ജി പിയും ജി ഇയും കമ്പയർ ചെയ്യുമ്പോൾ ആരായിരിക്കും ഇവിടെ കൂടുതൽ? സാർ ഇയാൾ കൂടുതൽ അയാളെക്കാളും. ഇത് ഡിനോമിനേറ്റർ ആണെങ്കിൽ ഇത് കുറവായിരിക്കും സാർ. അപ്പോൾ ഇത് കുറവും ഇത് കൂടുതലാണ്. സോ ആർ ഇ കൂടുതലാണ് ആർ പിന്നേക്കാളും എന്നുണ്ടെങ്കിൽ ജി പി ആണ് സാർ വലുത്. ജി പി ആണ് ജി ഇനേക്കാൾ വലുത്. എനിക്ക് കിട്ടിയത് ഇവിടുന്ന് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും വെയിറ്റ് അറ്റ് ദ പോൾസ് ജി പി കൂടുതലാണ്. സോ വെയിറ്റ് അറ്റ് പോൾസ് ഗ്രേറ്റർ ദാൻ വെയിറ്റ് അറ്റ് ഇക്വേറ്റർ. എനിക്ക് പറയാൻ പറ്റും. ഒരു അഡീഷണൽ ടോപ്പിക്കായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. സോ മാസും വെയിറ്റും കമ്പയർ ചെയ്തു. സോ ഒരു വെയിറ്റ് അറ്റ് പോൾസ് ഗ്രേറ്റർ ദാൻ വെയിറ്റ് അറ്റ് ഗ്രേറ്റർ ദാൻ ദി ഇക്വേറ്റർ എന്ന് എനിക്ക് പറയാൻ പറ്റും. അത് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവരും പക്ക ക്ലിയർ ആണോ? ടൈമിൻ്റെ പ്രശ്നമുണ്ടോ? കട്ട് ചെയ്യണോ? എടാ മക്കളെ, ഒരു മിനിറ്റ്, ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് സെറ്റാക്കിയിട്ട് ഇപ്പം ലൈവിലേക്ക് തിരിച്ചു വരാം കേട്ടോ. ഒരു മിനിറ്റ് ജസ്റ്റ് ഒരു എത്ര സെക്കൻഡ് ഗ്യാപ്പ് വേണം? 30 സെക്കൻഡ് വേണോ? ഒരു ജസ്റ്റ് മക്കല്ല ജസ്റ്റ് ഒരു ക്യാമറയുടെ ഒരു സാധനം ചെയ്യാം കേട്ടോ. മക്കളെ ചെയ്തു പോലെ കേട്ടോ. നിങ്ങളൊരു ക്വസ്റ്റ്യൻ വർക്ക് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വന്നോ. ഇപ്പോൾ ജസ്റ്റ് ലൈവ് ഇപ്പം തന്നെ ബാക്ക് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് ബ്രേക്ക് ഞാൻ എടുക്കുക കേട്ടോ. ഓക്കെ, ക്യാമറ തിരിച്ചു വന്ന ലൈവിൽ ആരും പോയില്ല എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ക്യാമറ തിരിച്ചു വന്നു. ഗുഡ് ഫൈൻ. ഓക്കെ പോയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ വെയിറ്റ് അറ്റ് പോൾസ് ഗ്രേറ്റർ ദാൻ വെയിറ്റ് അറ്റ് ദി ഇക്വേറ്റർ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് സിമ്പിൾ ടോപ്പിക്കാണ്. ഇനി നമുക്ക് എന്താണ് നോക്കാനുള്ളത്? നമുക്ക് സിമ്പിൾ ആയിട്ട് ലാസ്റ്റ് ടോപ്പിക്കാണ് കേട്ടോ. ഫ്രീ ഫാൾ ആൻഡ് വെയിറ്റ്ലെസ്നെസ്. സോ വെറുതെ ക്യാമറ ബാറ്ററി മാറ്റി ഒരു കുഞ്ഞു ടോപ്പിക് കേട്ടോ. എന്താണ് ഫ്രീ ഫാൾ എന്ന് വെച്ചാൽ? ഫ്രീ ഫാൾ സാർ, ഫാൾ എന്ന് വെച്ചാൽ വീഴുക. ഫ്രീ ആയിട്ട് വീഴുന്നതാണോ സാർ ഫ്രീ ഫാൾ എന്ന് പറയുന്നത്? ഫ്രീ ആയിട്ട് വീഴുന്നതിനാണോ ഫ്രീ ഫാൾ എന്ന് പറയുന്നത്? ആണ് മോനെ. അപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ തന്നെ നമുക്ക് പഠിക്കാമല്ലോ. ഒരു എയറോപ്ലെയിൻ വരയ്ക്കാൻ ഞാൻ ശ്രമിക്കുക കേട്ടോ. ഈശ്വര, എയറോപ്ലെയിൻ ആവണേ. ഓക്കെ, ഈ ഒരു എയറോപ്ലെയിനിൽ നിന്ന് ഒരാൾ ചാടിയെന്ന് വിചാരിച്ചു കേട്ടോ. ചാടുമ്പോൾ ചിരിക്കണ്ട, കരയാം. ഓക്കെ, ഒരാളിങ്ങനെ ചാടിയെന്ന് വിചാരിച്ചു. ഈ ആൾ ജസ്റ്റ് ഇവിടുന്ന് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എർത്തിൻ്റെ ആക്സിലേഷനോട്ട് ഗ്രാവിറ്റി താഴോട്ടുള്ളതുകൊണ്ട് ഇയാൾ താഴോട്ട് വരും. ഓക്കെ, ഇയാൾ താഴോട്ട് പോകുമ്പോഴുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്നുണ്ടെങ്കിൽ അതാണ് ഫ്രീ ഫാൾ. നമുക്കറിയാം ഇതിന് ചുറ്റിലും എയർ മോളിക്യൂൾസ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇയാളെ എയർ ഫോഴ്സ് ഒപ്പോസ് ചെയ്യുന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇഫ് വി ആർ നോട്ട് കൺസിഡറിങ് ദ എക്സ്റ്റേണൽ ഫോഴ്സസ് ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൾ താഴോട്ട് ചാടുമ്പോൾ എന്താ സംഭവിക്കുക? ഇയാൾക്കുള്ള ആക്സിലറേഷൻ എന്ന് വെച്ചാൽ A is equal to G ആയിരിക്കും. അങ്ങനെയാണ് ഇയാൾക്ക് വേറൊരു ആക്സിലറേഷൻ ഒന്നുമില്ല. സോ ഫ്രീലി ഫാൾ മീൻസ് ഇപ്പോൾ ഈ ഒരു ബോഡിയിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ പോവാം. അങ്ങനെയാണ് ഞാൻ വേറെ ഫോഴ്സ് ഒന്നും കൊടുത്തില്ല. ഇറ്റ് ഈസ് മൂവിങ് അണ്ടർ ഗ്രാവിറ്റി ഓൺലി, ഫ്രീലി ഫാളിങ് അണ്ടർ ഗ്രാവിറ്റി. സോ ഇയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്നുണ്ടെങ്കിൽ അതാണ് ഫ്രീ ഫാൾ. ഓക്കെ, ഡെഫിനിഷൻ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. വാട്ട് ഈസ് ആക്ച്വലി മീൻ ബൈ ഫ്രീ ഫാൾ? Free fall is mean when a body is coming down or fall under the influence of gravity only. ഗ്രാവിറ്റിയുടെ ഉള്ളിൽ ഇയാൾ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ആണെന്ന് അതാണ് ഫ്രീലി ഫാളിങ് അണ്ടർ ഗ്രാവിറ്റി. ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്. ഇപ്പോൾ ഇവിടെ എയർ റെസിസ്റ്റൻസ് ഉണ്ട്, അതൊന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഫ്രീ ഫാൾ. ഓക്കെ, അത് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫ്രീ ഫാൾ അല്ല.
ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമാണ് അവിടുത്തെ ഒരു ഫോഴ്സ്, അവിടുത്തെ ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ദർ ഇസ് നോ, ഇഫ് യു ആർ നോട്ട് കൺസിഡറിങ് എനി അതർ ഫോഴ്സസ്, ആക്ച്വലി അതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വരുന്നതാണെങ്കിൽ അതാണ് ആക്ച്വലി ഫ്രീ ഫാൾ കേട്ടോ. ചുമ്മാ ഡെഫിനേഷൻ മാത്രം. ഇനി എന്താണ് വെയ്റ്റ്ലെസ്നെസ്? ആക്ച്വലി സെയിം സാധനം തന്നെ. ഇയാളിപ്പോൾ ഇങ്ങോട്ട് ചാടിയില്ലേ, ഇയാൾ ചാടുന്ന സമയത്ത് സപ്പോസ് ഞാൻ ഒരു സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ട് ഇയാളുടെ വെയിറ്റ് മെഷർ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഇയാൾ ഇങ്ങനെ ചാടുന്ന സമയത്ത് ഇവരെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇയാൾക്ക് ഞാനൊരു സ്പ്രിംഗ് ബാലൻസ് കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് വെയിറ്റ് കാണിക്കുമോ? ഇല്ല സാർ. അപ്പോൾ വെയ്റ്റ്ലെസ്നെസ് എന്ന് വെച്ചാൽ എന്താ? വെയിറ്റ് ഇല്ലാത്ത കണ്ടീഷൻ. വെയിറ്റ് പൂജ്യം ആവണമെന്നുണ്ടെങ്കിൽ ആ ബോഡി ഷുഡ് ബി ഫ്രീ ഫാൾ. ഒരു ഫ്രീ ഫാൾ ബോഡിയുടെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 0. നിങ്ങൾ ചിലപ്പോൾ ലോസ് ഓഫ് മോഷൻ ഒക്കെ പഠിച്ച സമയത്ത് ലിഫ്റ്റിൻ്റെ പ്രോബ്ലം ഒക്കെ പഠിച്ചുകൊണ്ടായിരിക്കും. ബെൽറ്റ് പൊട്ടുന്ന ലിഫ്റ്റ്, ഫ്രീലി ഫാളിംഗ് ലിഫ്റ്റ്, താഴോട്ട് ഫ്രീലി ഫാളിംഗ് ലിഫ്റ്റ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? ഫ്രീലി താഴോട്ട് ലിഫ്റ്റ് വീഴുകയാണെങ്കിൽ ആ ലിഫ്റ്റിൻ്റെ ആക്സിലറേഷനും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് അനുഭവപ്പെടൂല. ഇപ്പം നിങ്ങളൊരു വെയിങ് മെഷീനിൽ കയറി നിൽക്കുക ലിഫ്റ്റിനകത്ത്, എന്നിട്ട് ഈ ലിഫ്റ്റിൻ്റെ ബെൽറ്റ് പൊട്ടിച്ച് നിങ്ങൾ താഴോട്ട് ഫ്രീലി ഫാളിംഗ് ആണ്. കാരണം എന്താ? ബെൽറ്റ് പൊട്ടി. അപ്പോൾ നിങ്ങൾ വീഴുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലാണ് താഴോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് വിൽ ബി 0. സോ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് വെയ്റ്റ്ലെസ്നെസ്. അപ്പോൾ ചുമ്മാ തിയറി ടോപ്പിക് ആട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഫ്രീ ഫാളും വെയ്റ്റ്ലെസ്നെസ്സും അതാണ് കണ്ടീഷൻസ്. ചുമ്മാ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. സോ ഇവിടെ തീരുകയാണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഒരു IITയും സിലബസിലൊക്കെ ഒരു പരിചയപ്പെടൽ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് പാർട്ടിലാണ് ഉണ്ടായിരുന്നത്. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഹൈറ്റ്, ഡെപ്ത് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ദെൻ എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ ഇതൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇടയിൽ ജസ്റ്റ് ഒരു ബ്രേക്ക് വന്നതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് പക്കയാന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെ ഈ ഒരു ടോപ്പിക് കൂടെ പറഞ്ഞ് നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ആക്ച്വലി എടുത്തത്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ലൈഫ് സെഷനാണ്. 1 മണിക്കൂർ ലൈഫ് കുറച്ചും കൂടെ മുമ്പോട്ട് പോയെന്നല്ലേ ഉള്ളൂ, ഒന്ന് ക്ഷമിച്ചോളൂ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യും. ആ 10 ലക്ഷം 5 ലക്ഷമൊക്കെ മേടിക്കാം, സ്കോളർഷിപ്പൊക്കെ മേടിക്കാൻ പോകുന്ന ആൾക്കാരെ കാണാൻ വേണ്ടി ഞാൻ ഈഗർലി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അന്ന് പറഞ്ഞു, സാറിൻ്റെ ക്ലാസ് കണ്ടിരുന്നു സാർ, പൊളിയായിരുന്നു സാർ, അങ്ങനെയാണ് സാർ, മനസ്സിലായി സാർ. എല്ലാ സാറന്മാരെയും ക്ലാസ് കണ്ടാൽ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയിക്കോ. മോക്ക് ടെസ്റ്റുകൾ എഴുതൂ ഗൈസ്. ടെസ്റ്റുകൾ എഴുതി വേണം നമ്മൾ പ്രോ ആവാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അങ്ങനെ എഴുതി ടെസ്റ്റ്. അപ്പോൾ നമ്മുടെ ലൈവ് ടൈം ആയല്ലോ അല്ലേ? ടൈം 1 മണിക്കൂർ കുറച്ച് കൂടി എന്നൊക്കെ ഇവിടെ ചേട്ടന്മാരൊക്കെ അതൊന്നും പ്രശ്നമില്ല. എൻ്റെ മക്കൾ സെറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ സൂപ്പറായിട്ട് എല്ലാവരും ഉണ്ടെങ്കിൽ തന്നെ പവറാണ് മാൻ. അപ്പോൾ ഇത്രയും ആൾക്കാർ ലൈവിൽ നിന്നതിലും കണ്ടതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻ കമൻറ്റിൻ്റെ വീഡിയോ എടുക്കാൻ ലൈവ് ചാറ്റ് ഇപ്പോൾ പോകും തോന്നുന്നു. സോ നിങ്ങൾ മെയിൻ കമൻറ്റിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങൾ ഇടുവാണെന്നുണ്ടെങ്കിൽ ഐ വിൽ അഡ്രസ്. അല്ലെങ്കിൽ നിങ്ങളുടെ കൺസേൺ ഫാക്കൽറ്റിയോ നിങ്ങളുടെ ഓൾറെഡി ഏത് ഫൗണ്ടേഷൻ ആണോ ഏതാണ് നിങ്ങളുടെ ബാച്ചിൻ്റെ ഫാക്കൽറ്റിയുടെ നമ്പർ നിങ്ങൾക്ക് ഉണ്ടെന്ന് ഓൾറെഡി അറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ തീരുകയാണ്. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ചിലപ്പോൾ IITMSൻ്റെ അവാർഡ് സെറിമണിയിലൊക്കെ ആയിരിക്കും. സോ എല്ലാവർക്കും എൻ്റെ വക ഓൾ ദ ബെസ്റ്റ്. സ്പെല്ലിങ് ശരിയായിരിക്കണേ ഈശ്വര. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അങ്ങ് പഠിച്ച് പോയിക്കോ. എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് നമ്മൾ പിന്നെയും അവാർഡ് സെറിമണി കാണാൻ വേണ്ടി. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ലൈവ് എൻഡ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ. Brilliant Study Center, India's #1 coaching center for NEET and JEE.